ഓക്കെ, സോ നമ്മളുടെ ഓട്ടോക്യാഡ് തുറന്നു, പുതിയ ഡ്രോയിങ് എടുത്തു, സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, ഞാനിനി ഇതിൻ്റെ അകത്ത് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് യൂണിറ്റ് കറക്റ്റ് ആക്കണം അല്ലേ. യൂണിറ്റ് UN അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഇഞ്ചസിലാണ് എടുക്കണേ, ഞാനത് മില്ലിമീറ്ററിലാക്കി. ഓക്കെ, ഇപ്പോൾ നമ്മൾ മില്ലിമീറ്ററിലായിട്ടുണ്ട് കംപ്ലീറ്റ്ലി. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് റെഫറൻസ് വേണ്ടി, അല്ലെങ്കിൽ എപ്പോഴും ടാബ് മാറ്റണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്ത് ആ ഒരു PDF ഫയലിൽ ആ ഒരു ഇമേജ് ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാം. സോ ഇവിടെ ഇൻസേർട്ടിൻ്റെ അകത്ത് മേലെ ഇൻസേർട്ട് ടാബിൻ്റെ അകത്ത് അറ്റാച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, എടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ PDF-ൽ നിന്ന് ഒരു ഇമേജ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തിരുന്നു ആ ഒരു പിക്ചറിനെ, നമ്മളുടെ പ്ലംബർ ബ്ലോക്കിനെ. സോ അത് ജസ്റ്റ് കൊടുക്കുക, ഒന്നുമില്ല, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാൻ പറയും. ഇത് നമ്മളുടെ ഓട്ടോക്യാഡിൽ എവിടെയോ പോയിട്ട് നിൽക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ സ്പെസിഫൈ ഓൺ സ്ക്രീൻ കൊടുക്കുകയാണ്. ഇപ്പോൾ അപ്പോൾ എനിക്ക് എവിടെയാണെങ്കിലും കൊണ്ടുവയ്ക്കാം. ഞാൻ തൽക്കാലം അവിടെ കൊണ്ടുവച്ചു, ഓക്കെ കൊടുത്തു. ഇനി ഒരു സ്കെയിൽ ചെയ്യാൻ പറയും, ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് വേണം ചെയ്തോ, ജസ്റ്റ് ഇങ്ങനെ അമർത്തിയിട്ട് വിടാം. സോ ഇതിൻ്റെ അകത്ത് ഇമേജ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ചിലപ്പോൾ ഭയങ്കര വലിയൊരു ഇമേജ് ആയിരിക്കാം. നമ്മളിനിയിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാനൊരു ലെങ്ത്ത് വരച്ച് കഴിയുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ 3263 mm ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു റെഫറൻസ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ആദ്യം ഇമേജ് എനിക്കൊന്ന് ഫെയ്ഡ് ആക്കണം. ഓക്കെ, സോ ഞാൻ ഇമേജിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ 4 മൂലയിലായിട്ട് ഒരു ബ്ലൂ ലൈൻ വരും. അപ്പോൾ തന്നെ അത് സെലക്ട് ചെയ്യാൻ മനസ്സിലാവും. അതുപോലെ ടോപ്പിൽ അതിൻ്റെ കാര്യങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഫെയ്ഡ്. ഞാൻ ഫെയ്ഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഇമേജ് ഇങ്ങനെ ബ്ലറായി, ട്രാൻസ്പെറൻ്റ് ആയി വരും. ഓക്കെ, സോ എനിക്ക് ഇത്രയും മതി ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഞാൻ വെറുതെ സ്ക്രീനിലെവിടെയെങ്കിലും എസ്കേപ്പ് അമർത്തി. സോ ഇമേജ് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഞാൻ ഈ റെഫറൻസിന് വേണ്ടിയിട്ട് എന്താ പറയുക, ജസ്റ്റ് ഈ ഒരു 208 എന്ന് പറഞ്ഞ ലെങ്ത്ത് നോക്കിക്കോട്ടെ. ഞാനിപ്പോൾ ഒരു ലൈൻ വരയ്ക്കാൻ പോവാം. എല്ലാം അമർത്തിയിട്ട് സ്പേസ് അടിച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ സ്പെസിഫൈ ചെയ്തു. ഓക്കെ, ഞാൻ ഓർത്തോ ഓണാക്കി. എനിക്ക് ഓർത്തോ മോഡ് അടിയിൽ ഓണാക്കി. അപ്പോൾ ഞാൻ എന്തായാലും 90 ഡിഗ്രീസ് ലൈൻസേ വരും. എന്നിട്ട് എനിക്ക് 208 എന്ന് പറഞ്ഞ ലെങ്ത്ത് ഒരു ഏറെക്കുറെ മാച്ച് ചെയ്താൽ മതി. ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് പോയിന്റ് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് 208 എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചു. കണ്ടോ, എൻ്റെ 208 എന്ന് പറഞ്ഞ ലൈനാണിത്. കണ്ടോ, 208 എന്ന് പറഞ്ഞ ലൈനാണ്. ഇതും ഈ 208 ആയിട്ടൊരു ബന്ധമില്ലല്ലോ. അപ്പോൾ എനിക്ക് വരച്ച് വരുമ്പോൾ ഒരു എപ്പോഴും സൂമിനും സൂം ഔട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറെക്കുറെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഇമേജിനെ ഒന്ന് സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഈ ഇമേജിനെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ SC എന്ന് അടിക്കുക. അപ്പോൾ നമ്മൾ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് സ്പേസ് ബാർ അടിക്കുക. അപ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് പോയിന്റ് സെലക്ട് ചെയ്യാൻ പറയാം. ഞാൻ ഈ ഒരു പോയിന്റ് തന്നെ ബേസ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ബേസ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ അടിയിൽ നമുക്കൊരു ഓപ്ഷൻ വരികയാണ്, സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ ഓർ റെഫറൻസ്. ഞാൻ റെഫറൻസ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു റെഫറൻസ് ലെങ്ത്താണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് ഈ 208 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ആ ഒരു റെഫറൻസ് ലെങ്ത് ഞാൻ ചൂസ് ചെയ്യാൻ പോവാം. ഞാൻ ഇവിടെ തന്നെ അമർത്തിയിട്ട് റെഫറൻസ് ലെങ്ത് എടുക്കാം കേട്ടോ. ഞാൻ 208 എന്ന് പറഞ്ഞാൽ റെഫറൻസ് ലെങ്ത് എടുത്തു. ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് അമർത്തി. ഓക്കെ, അടുത്തത് ഇവർ ചോദിക്കും ഇത് ഏത് പോയിന്റിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ 208 ഏത് പോയിന്റിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിക്കാം. ഞാൻ ഈ 208 കൊണ്ടുപോയിട്ട് എനിക്ക് ഇവിടെ കൊണ്ടുവയ്ക്കണം. സോ ഞാൻ ഓക്കെ അടിച്ചു. കണ്ടോ, ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ 208 എന്ന് പറഞ്ഞ ലൈൻ കണ്ടോ, ലെങ്ത്ത് കറക്റ്റ് ഇപ്പോൾ ഇതിനോട് മാച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ലെങ്ത്ത് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ, ബ്രെഡ്ത്ത് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഞാൻ ഒരു ലൈൻ വരച്ച് നോക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചിട്ട് ഞാൻ 46 ടൈപ്പ് ചെയ്യണം. കണ്ടോ, അത് കുറച്ച് കൂടുതലാണ്. എപ്പോഴും എക്സും വൈയും എപ്പോഴും സ്കെയിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആവില്ല. നമ്മൾ ഫോട്ടോ എടുത്തതല്ലേ. തൽക്കാലം ഇതൊക്കെ എടുക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഏറ്റവും വലിയ പാർട്ട് നമുക്ക് വരയ്ക്കാനുള്ളത് ഈ സംഭവം അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ ലൈൻ വരച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഇതിൽ ഏറ്റവും വലിയ പാർട്ട് നമുക്ക് വരയ്ക്കാം. ഇതിൻ്റെ ബോഡി നമുക്ക് വരയ്ക്കാം. ഇത് ബോഡിയുടെ ലെങ്ത്ത് 208 അല്ലേ. സോ ഞാൻ ജസ്റ്റ് ഒരു ലെങ്ത്ത് അടിച്ചു. ഇനി എവിടെയെങ്കിലും വരയ്ക്കാം. സോ ജസ്റ്റ് ഒരു പോയിന്റ് എടുക്കുക, 208 അടിക്കുക.
എൻ്റർ അടിക്കുക. ഓക്കെ, ഞാനിങ്ങനെ ഈ ഒരു വ്യൂവിലാണ് വരയ്ക്കണം ഇതിൻ്റെ. സോ 208 വരച്ചു. ഇനി എന്താ, ഇതിൻ്റെ ഹൈറ്റ് 14 സെൻറ്റിമീറ്റർ അല്ലേ. സോ ഞാൻ ജസ്റ്റ് L ടൈപ്പ് ചെയ്ത് വീണ്ടും മേലേക്ക് 14 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. പിന്നെ ഓർത്ത് ഓണാണ്, സോ അതുകൊണ്ട് വിഷയമില്ല. പിന്നെ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ജസ്റ്റ് കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടും. ഉണ്ടോ, ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് മൗസ് മേലിക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതവിടെ സ്നാപ്പ് ചെയ്തോളൂ ഓട്ടോമാറ്റിക്കലി. ഇതിന് കറക്റ്റ് ഒരു വന്ന് പിടിച്ചോളൂ. ഓക്കെ, ഇത് കറക്റ്റാകാൻ വേണ്ടിയിട്ട് കീബോർഡിൽ സ്നാപ്പ് എന്നൊരു സംഭവം അടിക്കാം. OSNAP, ഒബ്ജക്റ്റ് സ്നാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് അടിച്ചൊഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഒബ്ജക്റ്റ് സ്നാപ്പുകൾ വരും. ഇത് 2D ഒബ്ജക്റ്റ് സ്നാപ്പുകളാണ്. ഇതെല്ലാം ടിക്കറ്റ് കൊടുത്താൽ എല്ലാ പോയിന്റുകളും തന്നെ സ്നാപ്പ് ചെയ്ത് പിടിക്കും. ഇതെല്ലാം ടിക്കറ്റ് കൊടുക്കണം. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. പിന്നെ നമുക്ക് ഇവിടെ ഒരു 5 mm അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടല്ലേ. സോ ഞാൻ ജസ്റ്റ് എല്ലാം അടിച്ചു, ഈ പോയിന്റ് കൊണ്ടുവച്ചു. ജസ്റ്റ് ഇങ്ങോട്ട് ഒരു 5 സെൻറ്റിമീറ്റർ അടിക്കുക, എൻ്റർ അടിക്കുക. എനിക്കൊരു പോയിന്റ് കിട്ടി. ജസ്റ്റ് അത് കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. സോ അതവിടെ കൊണ്ടുപോയിട്ട് കറക്റ്റ് ആയിക്കോളൂ. ഇതുപോലെ തന്നെ ഇപ്പുറത്തും. സോ ഇത് മിറർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യണമെങ്കിൽ ഞാൻ ട്രിം ചെയ്യാം. TR ഡബിൾ അടിക്കുക. ഓക്കെ, TR ഡബിൾ എൻ്റർ. ഓക്കെ, ഇനി അത് ട്രിം ആവുന്നില്ലല്ലോ. അത് ട്രിം ആവില്ല, കാരണം ഒറ്റ ഒബ്ജക്റ്റ് അല്ലേ. ശരി. അത് ജസ്റ്റ് ഡിലിറ്റ് കളഞ്ഞാൽ മതി. ഓക്കെ, ഇതിനി ട്രിം ആയിക്കോളും. TR ഡബിൾ എൻ്റർ അടിച്ചത് ട്രിം ആവും. ഓക്കെ, പിന്നെ മിറർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സോ ഇതിന് ഞാൻ ആദ്യം ഒരു സെൻറ്ററിലൊരു ലൈൻ സ്പെസിഫൈ ചെയ്യണം ആദ്യം. ഓക്കെ, സെൻറ്ററിലൊരു ലൈൻ മേലേക്ക് വെറുതെ വരച്ചിട്ടാണ്. എന്നിട്ടിത് ചുമ്മാ നമുക്ക് മിറർ ചെയ്യാം. MI അടിക്കുക, സ്പേസ് ബാർ അടിക്കുക. അപ്പോൾ ഏതാണ് മിറർ ചെയ്യേണ്ടത് നോക്കിയാണ്. ഇത് സെലക്ട് ചെയ്തു, വീണ്ടും സ്പേസ് ബാർ അടിക്കുക. അപ്പോൾ അടുത്തത് അടിയിൽ ചോദിക്കുന്നുണ്ട് മിറർ ലൈൻ സ്പെസിഫൈ ചെയ്യാൻ. സോ ഞാൻ ഇവിടെ ഒരു മിറർ ലൈൻ വരയ്ക്കുകയാണ് ഇങ്ങനെ. സോ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, വീണ്ടും സ്പേസ് ബാർ അടിക്കുക. ഓക്കെ, അത് പോയി. ഇനി ഇതുപോലെ ഇവിടെയും റൈറ്റ് സൈഡിൽ ഇതൊന്ന് ട്രിം ചെയ്യാം. TR അടിക്കുക, ഡബിൾ സ്പേസ് അടിക്കുക 2 പ്രാവശ്യം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ട്രിം ആയി പൊക്കോളും. ഇത് തന്നെ ഡിലിറ്റ് ആയി പൊക്കോളും. DL അടിക്കുക. സോ നമുക്ക് ഇങ്ങനെ ഒരു ബേസ് കിട്ടി. ഇനി നമുക്ക് എന്താ, ഇവിടെ ഒരു 20 സെൻറ്റിമീറ്ററിലെ ഒരു എന്താ പറയുക, ഒരു സംഭവം ഉണ്ടല്ലേ. ഇവിടെ ഒരു എന്താ പറയുക, ഇതിന് നമ്മളെന്തോ പറയാറുണ്ടല്ലോ, മറന്നുപോയല്ലോ പേര്. സർക്കിളല്ലോ ഇതിനെന്താ പറയാൻ പോലും. എൻ്റെ ഞാൻ പേര് മറന്നു പോയി. എൻ്റെ എലിപ്സ്. യെസ്, എലിപ്സ്. ഓക്കെ, എലിപ്സ് ആണ്. സോ ഞാനിവിടെ 20 സെൻറ്റിമീറ്ററിൻ്റെ എലിപ്സ് വരയ്ക്കണം. അപ്പോൾ ഇവർ അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് വന്നിട്ടുണ്ട് നമുക്ക്. സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 162 ആണ്. സോ നമുക്ക് 162ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? 180ൻ്റെ പകുതി, 160ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 80 വരും അല്ലേ. 81 വരും. അങ്ങോട്ടും ഇങ്ങോട്ടും 81 വരും. സോ ഞാൻ എല്ലെടുത്തു. എന്നിട്ട് ഞാനിവിടെ റൈറ്റിലേക്ക് ഒരു 81 വരച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ എനിക്കൊരു പോയിന്റ് കിട്ടി ഇവിടെ. യെസ്, ഇതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, എനിക്ക് 81 പോയിന്റ് കിട്ടി. ഇതുപോലെ എനിക്കൊരു പോയിന്റും കൂടി ഉണ്ടല്ലോ, 78ൻ്റെ പോയിന്റ്. 78ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 70ൻ്റെ പകുതി 35 അല്ലേ. 35ഉം 4ഉം 39. ഓക്കെ, സോ 39 വരും. സോ ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഇതുപോലെ ഒരു 39 വരച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് 2 പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം. സോ ഇനി ഇവിടെ എനിക്ക് ലെഫ്റ്റിൽ 20 ഒരു സംഭവം വരയ്ക്കണം. അപ്പോൾ എനിക്ക് സെൻറ്റർ പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 10ഉം 10ഉം വരച്ചാൽ മതി. അതുപോലെ ഇവിടെ എനിക്ക് അതൊക്കെ അടുത്ത് വരയ്ക്കാമല്ലോ. സോ ഞാൻ ആദ്യം 10ഉം 10ഉം വരയ്ക്കാൻ പോവാം. സോ ഞാനോട് L എന്നുകൊണ്ട് ലൈൻ എടുത്തു. എനിക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ മേലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. സോ ഇതിൻ്റെ സെൻറ്റർ ലൈൻ ആയിരിക്കും. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 10 വരയ്ക്കണം. സോ ഞാൻ L അടിച്ചു, ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് 10. ഓക്കെ, എന്നിട്ട് ഞാൻ അടിയിലേക്ക് ഇത് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവച്ചു. ഇതുപോലെ തന്നെ ഇപ്പുറത്തും വരയ്ക്കണം. സോ ഞാൻ മിറർ ചെയ്യുള്ളത് MI അടിച്ചു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു,
സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്തു, സ്പേസ് അടിച്ചു, ഓക്കെ ഓക്കെ. സോ എനിക്ക് അവിടെ അത് കിട്ടി. ഇതുപോലെ തന്നെ എനിക്ക് ഇവിടെ എന്താ പറയുക, ഈ ഒരു ഡിസ്റ്റൻസിൽ എന്താണ് ഒരു 26ൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ക്വയർ കാണാനുണ്ട് അല്ലേ. സോ 26 അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഹൈറ്റ് ഇതിൻ്റെ 10 ആണല്ലോ, അവിടെ ഹൈറ്റ് 10 വന്നിട്ടുണ്ട്, 10ഉം പിന്നെ ഒരു 26ഉം. സോ ഞാൻ വീണ്ടും നമുക്കൊരു സെൻറ്റർ പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു ലൈൻ കൊണ്ടിട്ടു. ഓക്കെ, ഇനി ഈ 2 ലൈൻ ഡിലീറ്റ് ചെയ്തല്ലേ നമ്മൾ നേരത്തെ വരച്ചത്, ഇതും അതുപോലെ ഈ ലൈനും. ഓക്കെ, ഇനി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 26 ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, 26 അല്ല, 26 ടോട്ടൽ ലെങ്ത് അല്ല, അപ്പോൾ 26ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 13 അല്ലേ. ഓക്കെ, 13 അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കണം. സോ ഞാൻ ഇവിടെ നിന്ന് ഒരു L എന്ന് പറഞ്ഞ ലൈൻ എടുത്തു. സോ ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് 13 വരച്ചു. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് 10 ആണെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, സോ ഞാൻ 10 മേലേക്ക് വരച്ചു. ഓക്കെ, 10 തന്നെയാണ്, ശരിയാണ്. ഓക്കെ, 10 വരച്ചു. ഇനി ഞാൻ വീണ്ടും L അടിച്ചു. അതുപോലെ റൈറ്റിലേക്ക് 26 അല്ലേ വരിക, 26 വരയ്ക്കുക, സ്റ്റഡിക്ക് വരയ്ക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓക്കെ, സോ ഈ സംഭവം കിട്ടി, 26ൻ്റെ ഒരു ബോക്സ് കിട്ടി അവിടെ. ആൻഡ് ഇത് 14 അല്ലായിരുന്നു, കൂടി ചെക്ക് ചെയ്യാം. 14 കറക്റ്റാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടുന്ന് എന്താണ് ഒരു പറയുന്നത്, മേലേക്ക് ഒരു സംഭവം പോകുന്നുണ്ട് അല്ലേ, 14ൻ്റെ. ഓക്കെ ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 14 പോകുന്നുണ്ട്. ഓക്കെ, 14 ഡയാ എന്ന് പറയുമ്പോൾ ശരിയാണ്. ഓക്കെ, സോ ഞാനിവിടെ ഒരു ഇതിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആയിട്ട് 14 അല്ല, അപ്പോൾ 7 എടുക്കാം. സോ ഞാനിത് ലെഫ്റ്റിലേക്ക് ഒരു 7 എടുത്തിട്ട് എൻ്റർ അടിച്ചു. എന്നിട്ട് മേലേക്ക് നമുക്ക് എത്രയാണ് പറഞ്ഞിരുന്നത്, 68 അല്ല, 68 നിന്ന് ഒരു 10 ഇവിടെ മൈനസ് ആയിട്ടുണ്ട് നമുക്ക്. സോ എനിക്ക് മേലേക്ക് 68 നിന്ന് 10 പോയി. സോ എനിക്ക് 58 മേലേക്ക് ഉണ്ടായാൽ മതി. സോ ഞാൻ മേലേക്ക് 58 അടിച്ചിട്ട് സ്പേസ് അടിച്ചു. ഓക്കെ, അതുപോലെ റൈറ്റിലേക്ക് 14 അല്ലേ വരുന്നത്, 14 സർക്കിളാണ്. സോ റൈറ്റിലേക്ക് 14 അടിച്ചു. അങ്ങോട്ടല്ല, റൈറ്റിലേക്കായിരുന്നു പോകേണ്ടത്. സോ വീണ്ടും L സ്പേസ്, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് 14. ഓക്കെ, എന്നിട്ട് ഞാനത് വീണ്ടും ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, സോ എനിക്ക് ഓൾമോസ്റ്റ് ഈ ഒരു സ്പേസ് വരെ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്കെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 സൈഡിലെ പോയിന്റ് എടുക്കണം. ഓക്കെ, സോ ഇതെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക നമ്മൾ, ഓക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് അല്ല. ഓക്കെ, ഓക്കെ നോക്കി, ഇവിടെ സെൻറ്ററിൽ നിന്ന് ഒരു 54 ഒരു ഡയ പഠിക്കുന്നുണ്ടോ, ഇവിടെ ഒരു സെൻറ്റർ ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു സെൻറ്റർ ലൈനിൻ്റെ ഇവിടെ നിന്ന് ഒരു ഡയാമീറ്റർ പോയിട്ടുണ്ട് 46 എന്നുണ്ട്. സോ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ലെങ്ത് എന്തായാലും 46 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനത് വരച്ച് നോക്കാൻ പോവാം. ഞാൻ L എടുത്തു, എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഒരു 46 എന്ന് പറഞ്ഞിട്ട് ലൈൻ വരയ്ക്കാൻ പോവാം. ഓക്കെ, സോ 46. ഓക്കെ, സോ ഇതായിരിക്കും അതിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ 46 അല്ല കേട്ടോ, 54 ആണ്. ഓക്കെ, അല്ല ഈ റേഡിയസ് 54 എന്നല്ല എഴുതിയിട്ടുള്ള, R54 ആണ്. സോ ഇത് ആക്ച്വലി 54 ആണ്. സോ ഞാൻ ഇത് ഡെലിറ്റ് കളയാം. L ഇതിനോട് കൊണ്ടുപോയി വെച്ചാൽ സ്നാപ്പ് ചെയ്തോളും കണ്ടോ. സോ എനിക്ക് ഇവിടെ നിന്ന് ഇനി ഓക്കെ 54 ആണ്. സോ ഞാൻ 54 അടിച്ചു, സ്പേസ് അടിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് അടിക്ക് കൊണ്ടുവന്നതിനെ ഇവിടെ കൊണ്ടുവച്ചു.
ഓക്കെ. സോ ഇത് ഓൾമോസ്റ്റ് അതുപോലെ ആയിട്ടുണ്ട് അല്ലേ. അതുപോലെ ഇവിടെ വേറൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ 46 എന്ന് പറഞ്ഞ ലെങ്ത്തിൻ്റെ ഇവിടെ നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു R8 എന്ന് പറഞ്ഞിട്ട് ഒരു റേഡിയസ് ഉണ്ടോ ഇവിടെ ഒരു ഇവർ എന്താ പറയുക ഫില്ലറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ നമുക്ക് അവിടെ ഫില്ലറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ 5L അടിക്കുമ്പോൾ നമുക്ക് ഫില്ലറ്റ് വരും. സോ ഫില്ലറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് റേഡിയസ് വെച്ചിട്ടാണ് ഫില്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഫില്ലറ്റ് റേഡിയസ് ആദ്യം ചൂസ് ചെയ്യണം. ഫില്ലറ്റ് റേഡിയസ് ഇവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്രയാണെന്ന്. ഫില്ലറ്റ് റേഡിയസ് ഇവിടെ R8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R8 എന്ന് പറഞ്ഞ റേഡിയസിലുള്ള ഒരു ഫില്ലറ്റാണ് ഇവിടെ വരുന്നത്. സോ ഞാൻ 8 സെൻറ്റിമീറ്റർ സ്പെസിഫൈ ചെയ്ത് സ്പേസ് അടിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഇതാണ്. ഓക്കെ, ഞാൻ സ്പേസ് അടിക്കാം. അതുപോലെ സെക്കൻഡ് ഒബ്ജക്റ്റ് സ്പെസിഫൈ പറഞ്ഞു. ഓക്കെ, സെക്കൻഡ് ഒബ്ജക്റ്റ് ഇതാണ് എൻ്റെ. സോ ഞാൻ അതുകൂടി അടിച്ചു കൊടുത്തപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലറ്റ് വന്നു. ഓക്കെ, സോ ഇത് തനിയെ കട്ടായി പോകുന്നതാണ്, ഇത് വിഷയമില്ല. നമുക്കിത് ജസ്റ്റ് മിറർ ചെയ്താൽ മതി അങ്ങോട്ട്. ഓക്കെ ഓക്കെ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ കൂടി ആവശ്യമില്ല, ഞാൻ ഇതും കൂടി ട്രിം ചെയ്ത് കളയാൻ പോകാം. ഓക്കെ, TR അടിക്കുക, ഡബിൾ എൻ്റർ അടിക്കുക. ഇത് ഞാൻ അതുപോലെ ഡെലിറ്റും ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിത് ഒറ്റയ്ക്ക് ട്രിം ചെയ്യാം, അങ്ങോട്ട് ഒന്ന് മിറർ ചെയ്ത് നോക്കി ഇപ്പോൾ തന്നെ. ഓക്കെ, അതിൻ്റെ ഒരു രസം അങ്ങനെയില്ല. സോ ഇതെല്ലാം കൂടി ജസ്റ്റ് സെലക്ട് ചെയ്യുക, MI അടിക്കുക, MI സ്പേസ് അടിക്കുക. എന്നിട്ട് ജസ്റ്റ് മിറർ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, വീണ്ടും സ്പേസ് അടിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന വേറൊരു സംഭവമാണ്, കണ്ടോ ഇതിൻ്റെ ഇവിടെ നമുക്ക് ഇന്നറായിട്ടൊരു സംഭവം കൂടി വരച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഇന്നറിൽ ഒരു സംഭവമുണ്ട്, അത് നമ്മളുടെ ഈ ഒരു പോർഷനാണ്. ഓക്കെ, ഈ ഒരു പോർഷനാണത്. അപ്പം ഇത് വരയ്ക്കണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, നമുക്ക് എന്തായാലും ഈ ടോപ്പ് വരയ്ക്കാണ്ടത് വരയ്ക്കാൻ പറ്റില്ല. സോ ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് അത് വരച്ച് നോക്കാൻ പോവാം. സോ ഞാൻ ഈ ലൈൻ ഒന്ന് മേലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് റഫായിട്ട് വരച്ചാൽ മതി. ഇത് ജസ്റ്റ് മേലേക്ക് വരയ്ക്കാം, എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് ഓക്കെ ടോട്ടൽ ലെങ്ത്ത് എന്തോ ആയിക്കോട്ടെ, 46 ആണല്ലോ എൻ്റെ ഹൈറ്റ്. ഓക്കെ, സോ ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു. ഓക്കെ, എന്നിട്ട് 46 ഹൈറ്റ് അല്ലേ. സോ നമുക്ക് 23 വരും മേലേക്ക് താഴത്തേക്കും. സോ ഞാൻ 23 എടുത്തു, മേലേക്ക് എടുത്തു. എന്നിട്ട് എത്രയോ ആയിക്കോട്ടെ, അങ്ങനെ പൊക്കോട്ടെ. അതുപോലെ ഇവിടെയും ഇതിനെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ എന്നിട്ട് ഇതിനും ജസ്റ്റ് മിറർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു റേഡിയസ് 54 എന്ന് പറഞ്ഞിട്ടൊരു സർക്കിൾ ഇവർ ഈ ഒരു സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. സോ ഞാൻ അതോടെ വരച്ച് നോക്കാൻ പോവാം. സോ ജസ്റ്റ് സർക്കിൾ അടിക്കുക, C അടിക്കുക, സ്പേസ് അടിക്കുക, സർക്കിൾ വരും. അപ്പോൾ സെൻറ്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യാം. എന്നിട്ട് റേഡിയസ് എത്ര ഒരു പറഞ്ഞിട്ടുള്ള 54 അല്ലേ. ഓക്കെ, സോ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു 54 ടൈപ്പ് ചെയ്തു, സ്പേസ് അടിച്ചു. ഓക്കെ, സോ 54ൻ്റെ ഒരു സർക്കിൾ വന്നു. വീണ്ടും ഒന്ന് ട്രിം ചെയ്യുക. സോ ജസ്റ്റ് TR അടിക്കുക, ഡബിൾ എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ഡബിൾ സ്പേസ് അടിക്കുക. ഇതും ട്രിമ്മായി പോയി, ഇതൊക്കെ ട്രിമ്മായി പോയി. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. അപ്പോൾ ഇതിൻ്റെ മനസ്സിലായി, ഈ ഒരു പോയിൻ്റാണ് നമ്മൾ ഇപ്പോൾ തന്നെ വരച്ചത്. കണ്ടോ, ഈ ഒരു പോയിൻ്റാണ് ഇത്. നമുക്കിതുപോലെ ഈ ഒരു പോയിൻ്റാണ് ഇവർ ഇപ്പോൾ തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു പോയിൻ്റ്, ഈ ഒരു ലൈൻ. ഓക്കെ, ഈ ഒരു ലൈൻ. സോ ഞാൻ ആ ഒരു ലൈൻ അതുപോലെ തന്നെ ഒന്ന് വരച്ചിടാൻ പോവാം. എല്ലടിച്ചു, ഇവിടെ നിന്ന് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. സോ ഞാനിങ്ങനെ സ്നാപ്പ് ചെയ്യണം, അപ്പോൾ ഇതിന് കറക്റ്റ് പോയിൻ്റ് പോയി പിടിച്ചോളൂ. ഓക്കെ, സോ ഇതിങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ ഈ ലൈൻ. ഇവിടെ ഈ ലൈൻ നമ്മൾ ട്രിം ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടി. ഇതും ഇതുപോലെ ഒന്ന് ഫില്ലറ്റ് ചെയ്യണം. സോ ജസ്റ്റ് F അടിക്കുക, അപ്പോൾ ഫില്ലറ്റ് രണ്ടാമത് വരും, എടുക്കുക. ഫില്ലറ്റ് റേഡിയസ് സെലക്ട് ചെയ്ത് കൊടുക്കണം ആദ്യം. ഫില്ലറ്റ് റേഡിയസ് നമുക്ക് 8 ആണ്. ഓക്കെ, ഓൾറെഡി 8 വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീണ്ടും 8 അടിക്കുക, സ്പേസ് അടിക്കുക. എന്നിട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റ്. സെക്കൻഡ് ഒബ്ജക്റ്റ് ഇതാണ്, വീണ്ടും സെലക്ട് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. സോ അതും ഫില്ലറ്റായി. ഇനി ഓക്കെ, നമുക്കൊരു തന്നെ ബേസ് ആയില്ലേ ഇപ്പോൾ. ഓക്കെ, റേഡിയസ് 14 വരച്ചു, ഒക്കെ വരച്ചില്ല. നമ്മൾ ചെറിയൊരു സംഭവം ഉള്ളൂ ഇതിൻ്റെ അകത്ത് നമുക്കൊരു സെൻറ്റർ പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ, ഇത് പറയാൻ വേണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ 16, 4. ഓക്കെ,
ഇതിൻ്റെ ടോപ്പിൽ നിന്ന് 16ഉം 4ഉം താഴത്തേക്ക് വന്നിട്ട് ഒരു പോയിന്റ് ഉണ്ട് സെൻറ്ററിൽ. അതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് വന്നിട്ടുള്ളത്. അത് 20 അല്ലേ, മേലിന് 16ഉം 4ഉം 20 വരും. സോ ഞാൻ ഇവിടുന്ന് ടോപ്പിൽ നിന്ന് ഒരു ലെങ്ത് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ വെറുതെ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് സെലക്ട് ചെയ്ത് ഒരെണ്ണം 14. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഒരു 4ഉം കൂടി. ഓക്കെ, നമുക്ക് ആവശ്യം വരും 2 പോയിന്റും. സോ 14, അതുപോലെ ഇത് 4. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നാണ് അടുത്ത സർക്കിൾ വരയ്ക്കേണ്ടത്. 14, 4, 20. 14ആണ് ഞാൻ വരച്ചത്. ഓക്കെ ഓക്കെ, തെറ്റാണ്. 16ഉം 4ഉം ആണ്. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടി വരയ്ക്കാം. 16ഉം 4ഉം 20. സോ 16, അതുപോലെ ഒരു 4ഉം. ഓക്കെ, സോ നമുക്ക് 2 എണ്ണം കിട്ടി. ഇത് 4, ഇത് 16. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ 14ഉം 6ഉം കൂടി സെൻറ്റർ പോയിന്റ് കിട്ടി അല്ലേ, ഇതിലുള്ള സെൻറ്റർ പോയിന്റ് വരുന്നത്. സോ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു റേഡിയസ് 24 സർക്കിൾ ഉണ്ട്. ഓക്കെ, സോ ഞാൻ ആ 24ൻ്റെ സർക്കിൾ വരയ്ക്കാൻ പോവാം. റേഡിയസ് 24 ആണ്. സോ സർക്കിൾ സി അടിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ്, ഓക്കെ ഇതല്ലേ പോയിന്റ്, ഇവിടെ നിന്ന് സർക്കിൾ വരയ്ക്കുന്നത്. സോ സർക്കിൾ ഇവിടെ നിന്ന് റേഡിയസ് 24. സോ സ്പെസിഫൈ ദ റേഡിയസ് ഓഫ് സർക്കിൾ. ഓക്കെ, റേഡിയസ് ഞാൻ 24 അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടി. എനിക്ക് നമുക്ക് ഇങ്ങനത്തെ സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ഇവിടെ മേലെ ഒരു 56 കൊണ്ട് ലെങ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, 56 കൊണ്ട് ലെങ്ത് വന്നിട്ടുണ്ട്. അതവിടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. 56ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 25, 28 വരും അല്ലേ. 28 വരും. സോ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു 28 എടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. ഇവിടെ നിന്ന് മേലെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, സോ ഞാനതിന് ചുമ്മാ വരച്ചിട്ടാണ് താഴത്തേക്ക് തൽക്കാലത്തേക്ക്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലൈൻ കിട്ടിയിരുന്നു അല്ലേ. ഇതാണ് നമ്മളുടെ അടിയിലത്തെ 4 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നതായിട്ടാണ് അവിടെ കണ്ടത് ഞാൻ. യെസ്, കണ്ടോ, ഈ സർക്കിളിൻ്റെ ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ മേലേക്ക്. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ മേലേക്കാണ് ഈ ഒരു സംഭവം പോയിട്ടുള്ളത്. സോ ഞാൻ ആ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരയ്ക്കാൻ പോവാം. ഓക്കെ, സോ ഇതിൻ്റെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ഇവിടെ നിന്ന് ലൈൻ സ്പെസിഫൈ ചെയ്തു, ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, എത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടി. ഇതൊക്കെ ട്രിം ചെയ്ത് കളയാം, TR ബ്ലെൻഡർ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് ഓക്കെ, ഇവരിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണുന്നത് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിങ്ങനെ വന്നിട്ട് സർക്കിൾ ഇവിടെ വന്ന് നിന്നിട്ടാണ് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അവിടെ വെച്ച് ലൈൻ ഒന്നും കൂടി കട്ട് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഓക്കെ, സോ നമ്മളുടെ 4 സെൻറ്റിമീറ്റർ ഇതല്ലേ പറയണേ, ഇതാണ് നമ്മളുടെ 16 സെൻറ്റിമീറ്റർ, ഇത് നമ്മളുടെ 4 സെൻറ്റിമീറ്റർ. സോ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ 4 സെൻറ്റിമീറ്റർ വരെ വന്നിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈനാണ് പോകുന്നത്. സോ ഞാൻ താഴ്ന്ന് വരയ്ക്കാൻ പോവാം. എല്ലെടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു. ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ മേലേക്ക് ഞാൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങോട്ട് വരയ്ക്കാം. ഇപ്പോഴാണ് അതിനൊരു വൃത്തി വന്നത്. ഇനി ഇത് ട്രിം ചെയ്ത് കളയാം. TR ബ്ലെൻഡർ. ട്രിമ്മായില്ലേ TR ബ്ലെൻഡർ. ഓക്കെ, ഇല്ലാന്ന് വെച്ചാൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക്. TR ബ്ലെൻഡർ. ഓക്കെ, സോ ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി. ഓക്കെ, സോ ഇത് ട്രിമ്മായി ഇപ്പോൾ.
ഇപ്പം ഇതുപോലെ ആയില്ലേ? യെസ്, നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഈ ലൈൻ്റെ ആവശ്യമില്ലല്ലോ. സോ ഇതും ഡെലിറ്റ് കളഞ്ഞു. അതുപോലെ ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിൽ ട്രിം ചെയ്ത് കളയാം അതുപോലെ തന്നെ. എന്നിട്ട് നമുക്കിത് മിറർ ചെയ്താൽ പോരെ. മിറർ കൊടുക്കുക, എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഇതൊക്കെ മിറർ ചെയ്യാണ്ട്. എന്നിട്ട് വീണ്ടും സ്പേസ് ബാർ അടിക്കുക. അപ്പോൾ ഒരു മിറർ ലൈൻ സെലക്ട് ചെയ്യാൻ പറയും. മിറർ ലൈൻ സെലക്ട് ചെയ്യുക, വീണ്ടും സ്പേസ് ബാർ അടിക്കുക. അപ്പോൾ നമുക്ക് അത് പിന്നെയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മേലെ ഈ പോർഷൻ ഇല്ല അല്ലേ ഇവിടെ. സോ ഇത് നമുക്കൊന്ന് ട്രിം ചെയ്ത് കളയാം. TR ഇതും ട്രിം ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഫിഗർ റഫായിട്ട് തീർത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി എന്താ പറയുക, പിന്നെ ഒന്നും ആവശ്യമില്ല, ലാസ്റ്റ് കളയാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലെയർ 0 എന്ന് പറഞ്ഞാൽ 0യിൽ വരച്ച് നമുക്കിത് ഒരു പുതിയ ലെയർ 0 നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാറില്ല. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു പുതിയ സംഭവമുണ്ട് അല്ല. ഓക്കെ, ലെയർ മാനേജർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് അമർത്താം. അപ്പോൾ ലെയർ മാനേജ് ചെയ്യാനുള്ള സാധനം കിട്ടും. സോ ഇതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഒരു പുതിയ മെക്കാനിക്കൽ ലെയർ മാനേജറോ ഓക്കെ, ഇങ്ങനെ എല്ലാവരും നല്ലത് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാനിപ്പോൾ ഇതെടുത്തു, ലെയർ മാനേജർ എടുത്തു. എന്നിട്ട് എനിക്ക് ഒരു പുതിയ ലെയർ ആഡ് ചെയ്യണം. സോ ന്യൂ ലെയറിലൂടെ അമർത്തി. സോ ന്യൂ ലെയർ ആഡ് ചെയ്തു. ഞാനിതിനെ ബ്ലോക്ക് എന്ന് പേര് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനൊരു പുതിയ കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് എന്താ റെഡ് ചൂസ് ചെയ്തു. റെഡ് അല്ല, നമ്മൾ വൈറ്റ് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ വൈറ്റ് തന്നെ ചൂസ് ചെയ്തു. ഇത് ലൈൻ കണ്ടിന്യൂസ് ആണ്, അതൊക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്ലൈ. ഓക്കെ, എന്നിട്ട് ഈ ലെയറിനെ മൊത്തത്തിൽ അങ്ങോട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടേ മതി. ഇങ്ങനെ കൊണ്ടിട്ട് ചേഞ്ച് ചെയ്താൽ ഇതിപ്പോൾ എല്ലാം ബ്ലോക്ക് എന്ന് പറഞ്ഞ ലെയറിലേക്കായി. ഓക്കെ, എല്ലാം സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇവിടെ മാറ്റി കൊടുത്താൽ ആ ലെയർ മാറും. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഇനി എപ്പോഴും ആവശ്യം വരുന്ന സംഭവം സെൻറ്റർ ലൈനാണ്. സോ ഞാൻ അതിന് ഒരു ലെയർ ഉണ്ടാക്കാൻ പോവാം. ഇവിടെ ന്യൂ ലെയർ കൊടുത്തു. എന്നിട്ട് സെൻറ്റർ ലൈൻ കൊണ്ട് ഒരു ലെയർ ഉണ്ടാക്കി. അതിൻ്റെ കളർ ഞാൻ മാറ്റി കൊടുക്കാം. ഞാൻ ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. എന്നിട്ട് സെൻറ്റർ ലൈൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കില്ലല്ലോ. ഇതിൽ ഡോട്ടഡ് ഒന്നും കാണാനില്ലല്ലോ. ഓക്കെ, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ തൽക്കാലം അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സെൻറ്റർ ലൈനുകൾക്കും ചുമ്മാ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇത് അതുപോലെ ഇതുപോലെ ഇതും. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ലൈൻ്റെ ഒരു മാനേജർ ഉണ്ടാവണ്ടല്ലോ ഇവിടെ. തൽക്കാലം ഞാനൊരു ലൈൻ ചൂസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ലെയറുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക്, അല്ലെങ്കിൽ ലൈൻ ടൈപ്പിൻ്റെ ഒരു സംഭവം കാണാനുണ്ട് ഇവിടെ. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ലൈനോ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബൈ ലെയർ ഇങ്ങനെ ഒരു സംഭവം വരും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു ലെയർ ചൂസ് ചെയ്യാനുണ്ട് അത്. ഓക്കെ,
കണ്ടോ, ഞാനിപ്പോൾ ഈ AM എന്ന് പറയുന്ന സംഭവം ഇത് കുഴപ്പമില്ല, ഇതൊരു സെൻറ്റർ ലൈൻ അത്യാവശ്യം ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, സോ ഞാനിത് ചൂസ് ചെയ്ത് കൊടുത്തു. AM ISO എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. ഓക്കെ, സോ ഇത് ഓക്കെ, ഇപ്പോൾ ഇത് സെൻറ്റർ ലൈൻ ആയിട്ടുണ്ട്. അതുപോലെ ഈ ലൈൻ ഇപ്പോഴും നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പോഴും ബ്ലോക്കിലേക്ക് എടുക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ലൈനുകളൊക്കെ സെലക്ട് ചെയ്തു ആദ്യം, എന്നിട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് സെൻറ്റർ ലൈനിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതും ഓക്കെ. ഇതുപോലെ നമ്മളുടെ ഈ സെൻറ്റർ ലൈനിൻ്റെ എന്തായിരുന്നു AM ISO. ഓക്കെ, സെൻറ്റർ ലൈൻ AM ISO 8 ഇതായിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇതൊക്കെ ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ കാണാം. ഓക്കെ, ഇതിനും ഞാൻ ഡോട്ടഡ് ആക്കി കൊടുക്കാൻ പോകും. അതുപോലെ ഇവിടെയും റൈറ്റ് സൈഡിൽ ഡോട്ടഡ് ആണ്. ഇതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്തു പോവാം. ഓക്കെ, സോ ജസ്റ്റ് ഇതൊക്കെ ചൂസ് ചെയ്യാം. ഇത് ഇപ്പോൾ നമ്മളെ കറണ്ട് ലെയർ ബ്ലോക്കാക്കി വയ്ക്കാം. എന്നിട്ട് ഇതും 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 ചൂസ് ചെയ്യാം. അതുപോലെ ഇതൊക്കെ ഇത് രണ്ടും ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. യെസ്, ഇതൊക്കെ ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് വീണ്ടും നമ്മൾ ഇതുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഈ ലൈനുമ്മ കൊണ്ടുപോയിട്ട്. സോ അതിൻ്റെ ലൈൻ ടൈപ്പ് വരും. അത് മാറ്റിയിട്ട് നമുക്ക് അതുപോലത്തെ കണ്ടോ, ഇത് കുഴപ്പമില്ല. AM ISO 2 എന്ന് പറയുന്ന സംഭവം കുഴപ്പമില്ല, അതുപോലെ തന്നെ ഒരു സംഭവമില്ല. ഓക്കെ, സോ ഞാൻ അതും ചൂസ് ചെയ്തു. അതും ഒരു ഡോട്ടഡ് ലൈൻ കിട്ടി. ഓക്കെ, ഓക്കെ, സോ നമുക്കൊരു ഇതാണ് ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ആകെ ഒരു സംഭവം കാണാനുള്ളത്, ഇവിടെ 8 എന്താ പറയുക 8 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ 8 സെൻറ്റിമീറ്റർ ഡെപ്തിൽ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഉണ്ടാക്കിയിടാം. ഓക്കെ, സോ ഞാനിവിടെ L വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് 8 അല്ലേ, സോ ഞാൻ 4 സെൻറ്റിമീറ്റർ വരച്ചു. താഴത്തേക്ക് 8 സെൻറ്റിമീറ്റർ വരച്ചു. മേലേക്ക് വീണ്ടും ഒരു 8 സെൻറ്റിമീറ്റർ വരച്ചു. മേലേക്ക് 8 സെൻറ്റിമീറ്റർ വരച്ചു. എന്നിട്ടിത് ജോയിൻ ചെയ്തു. ഇങ്ങനെയല്ല അവിടെ കൊടുക്കുന്നത്. യെസ്, ഓക്കെ. ഇവരിത് ഇവരിത് നമ്മൾക്ക് ഒട്ടിച്ചിട്ടുണ്ട് ആക്ച്വലി. സോ ഇത് ഈ 2 ലൈനും ഡിലീറ്റ് കളയാം. എന്നിട്ട് ഇത് നമുക്ക് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ഇവിടേക്ക് ജസ്റ്റ് മേലേക്ക് കൊടുക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യാൻ ജസ്റ്റ് ഈ ലൈൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടും. അതും പോയിട്ട് ഒറ്റ പ്രാവശ്യം അമർത്തുക. ഇത് വീണ്ടും മേലേക്ക് എടുത്താൽ ആൾ സ്ട്രെച്ചായി. ഒരു TR ഡബിൾ എൻ്റർ. ഇതും ട്രിമ്മായി, ഇതും ട്രിമ്മായി. ഓക്കെ, ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതുപോലെ അടുത്ത ഒരു പാട്ട് വരയ്ക്കാം. ഓക്കെ, സോ നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ഉള്ളതിൽ അത്യാവശ്യം വലിയൊരു പാട്ട് വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്കിനി ഈ ഒരു പോർഷനല്ല ഉള്ളത്. ഓക്കെ, ഇത് വരയ്ക്കാം. ഇത് ആക്ച്വലി ഇതിൻ്റെ ടോപ്പിൽ കറക്റ്റ് വരച്ചുകൊണ്ട് നമ്മളിത് കറക്റ്റ് ഇതിൻ്റെ ടോപ്പിൽ വരച്ചാലേ നമുക്കിത് കറക്റ്റ് കൊണ്ടുപോയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഞാനിത് ഇതിൻ്റെ ടോപ്പിൽ തന്നെ വരയ്ക്കാൻ പോവാം. ഞാൻ ഇതിനപ്പോൾ ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എടുത്ത് മേലെ കൊണ്ടുവയ്ക്കാം. സോ മൂവ് ചെയ്യാം. M അടിച്ചിട്ട് സോ ഇതിനെ മൊത്തം സെലക്ട് ചെയ്യുക. എന്നിട്ട് M അടിക്കുക, സ്പേസ് അടിക്കുക. സോ മൂവ് ഏതെങ്കിലും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഒരു അതിൻ്റെ സെൻറ്റർ ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. കുറച്ച് മേലെ അങ്ങനെ കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ മേലെ നമുക്കിനി ബാക്കി ഇതിൻ്റെ ക്യാപ്പൊക്കെ വരയ്ക്കാം. ഓക്കെ, സോ ഇതിൽ ഇവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഈ ലൈനും ഈ ലൈനും ഒക്കെ അല്ലേ. ഓക്കെ, ഈ 2 ലൈനും നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിടാം. ഇതിൻ്റെ സെൻറ്ററിലൊരു ലൈനില്ലേ, ഈ ലൈൻ നമുക്കിതുപോലെ ഒന്ന് ഓക്കെ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിടാം.
ഓക്കെ, ഇത്രയ്ക്കൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിടാം. പിന്നെ നമുക്ക് ഈ 2 ലൈനും കിട്ടി ഇപ്പോൾ റെഫറൻസ് ആയിട്ട്. യാ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ തുടങ്ങാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ലൈനിനെ വരച്ചിട്ടു എക്സ് പോലെ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതും 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 ചൂസ് ചെയ്തിട്ട് നമ്മളുടെ സെൻറ്റർ ലൈൻ ആക്കി. ഓക്കെ, നമുക്ക് കുറച്ച് സെൻറ്റർ ലൈനുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ ലൈൻ വെച്ചിട്ട് ഇനി എല്ലാം വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു റേഡിയസ്. ഓക്കെ, ഒരു 12 സെൻറ്റിമീറ്ററും 16 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും അല്ലേ. അതുപോലെ ഈ ഒരു ലെങ്ത്താണിത്. ഓക്കെ, ഈ ഒരു സർക്കിളിൻ്റെ ഇതാണ് ഇത് ആക്ച്വലി. കണ്ടോ, നമ്മൾ ഈ ക്യാപ്പിൻ്റെ ടോപ്പ് പോർഷനല്ലേ, ഇതിൻ്റെ ഈ ഒരു പോർഷനാണിത്. സോ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ എൻഡ് പോയിന്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഈ ഒരു പോയിൻ്റാണ് ഇതും. സോ അത് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇട്ടാണ്. ഓക്കെ, അതുപോലെ ഇവിടെ നിന്നും ഒരു ലൈൻ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിടാം. പിന്നെ അപ്പോൾ ഈ 2 ലൈനായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കിട്ടിയില്ല. ടോട്ടൽ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിൻ്റെ ഹൈറ്റ് അല്ലേ 12ഉം. ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്യാം. ആദ്യം നമുക്ക് സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. റേഡിയസ് 48-ലും 24 ഒരു സർക്കിൾ വരയ്ക്കാം. റേഡിയസ് 48-ഉം 24 സർക്കിൾ എടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ റേഡിയസ് 48-ൽ സർക്കിൾ വരച്ചു. അതുപോലെ വീണ്ടും 24-ലും ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, അങ്ങനത്തന്നെയല്ലേ, 48-ഉം 24 ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വേണ്ട നമുക്ക്. ഹൈറ്റ് 12, 16, 8 അല്ലേ. ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 36 വരാം. 36 വരാം. സോ ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഒരു 36 ഒരു ഹൈറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 36-ൽ വേണ്ടി ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ചിടാം. ഓക്കെ, സോ നമുക്ക് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ യാ, കുറച്ച് കാര്യങ്ങളായില്ല. ഇനി 12 വരയ്ക്കാം, പിന്നെ 16 വരയ്ക്കാം, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കാം താഴത്തേക്ക്. ഓക്കെ, ഏറ്റത്തിന് താഴത്തേക്ക് 12-ൽ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അതും ഇങ്ങനെ വരച്ചിടാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് നോക്കാം ആദ്യം തന്നെ. ഓക്കെ, നമുക്ക് ഇതൊന്നും ആവശ്യമില്ലല്ലോ. ഇനി ഇതാവശ്യമില്ല, 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 ഇതൊന്നും ആവശ്യമില്ല. യെസ്, ആഹാ, വരാം. ഓക്കെ, കുറച്ച് കാര്യങ്ങളായി. ഇനി ഇതിൻ്റെ അത് നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ലെങ്ത്ത് വേണമെന്ന്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ലെങ്ത്ത് വേണമെന്ന് ആക്ച്വലി നമുക്ക് 54 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെങ്ത്താണ് ഈ ഒരു ലെങ്ത്ത്. ഇങ്ങനെ വന്നത് ഇറങ്ങുന്ന ലെങ്ത്ത് അല്ലേ. സോ ഞാൻ ഇവിടെ നിന്ന് തന്നെ ആ ലൈൻ വരച്ചതാണ്. ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് മുട്ടിക്കാം. ഓക്കെ, സോ ആക്ച്വലി നമുക്ക് ഈ ഒരു പോയിന്റും കിട്ടി. കണ്ടോ, അതായത് ഈ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ പോയിന്റാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. കണ്ടോ, ഇങ്ങനെ കറക്റ്റ് വരച്ചാൽ ഈ ഒരു പോയിന്റ് കിട്ടി. പിന്നെ ഇത് ഇങ്ങനെ സർക്കിളും ഇതിന് ട്രിം ചെയ്യുന്നൊരു ഹൈറ്റ് 16 അല്ലേ, 16 അല്ലേ താഴത്തേക്ക്. സോ ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു ലെങ്ത്ത് എടുത്ത് വയ്ക്കുക 16 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങനെ ലെഫ്റ്റേക്ക് വരച്ചാൽ നമുക്ക് അതുമായി. സോ ഇതും ട്രിം ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ലൈൻ്റെ ആവശ്യമില്ലല്ലോ, ഈ ലൈൻ കൊണ്ട് എടുത്ത് കളയാം. ഇതും ട്രിം ചെയ്ത് കളയാം. TR ഡബിൾ എൻ്റർ, ഇതും ട്രിമായി. TR ഡബിൾ എൻ്റർ. ഓക്കെ, സോ നമുക്ക് കറക്റ്റ് ഇങ്ങനത്തെ സംഭവം കിട്ടി. ഇനി അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തി. ഇനി ഇതിൻ്റെ ഓൾമോസ്റ്റ് ഈ ഒരു സംഭവത്തിൻ്റെ ഹാഫ് പാർട്ട് നമ്മൾ കഴിഞ്ഞല്ലേ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇനി എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് മിറർ ചെയ്താൽ പോരാ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നമുക്കിതിൻ്റെ ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയില്ല. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം വരയ്ക്കാനുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നുണ്ട് ഇതിൻ്റെ റേഡിയസ് 12 ആണ് അല്ലേ, 12 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അത് ജസ്റ്റ് വരയ്ക്കാം.
ഇങ്ങനെ സെൻട്രൽ ലൈൻ നമുക്കറിയാം. 12 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ലൈൻ എടുക്കാം. അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആയിട്ട് ഒരു 6 സെൻറ്റിമീറ്റർ വരച്ചെടുക്കുക അല്ലേ. സോ ഞാനിതിനെ ഇവിടുന്ന് റൈറ്റിലോട്ട് ഒരു 6 സെൻറ്റിമീറ്റർ ഓക്കെ ഒരു ലൈനിനെ വരച്ചു. ഞാൻ ട്രിം ചെയ്യണം. അതുപോലെ ഇതിനെ ഒന്ന് മിറർ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇത് സെലക്ട് ചെയ്യാം, മിറർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം കൂടി കിട്ടി അല്ലേ. യെസ്, അതുകൂടി കിട്ടി നമുക്ക്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു അത്. ഇനി നമുക്ക് ലെഫ്റ്റിലേക്ക് ഒന്ന് മിറർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഞാനിതിനിപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് ട്രിം ചെയ്ത് കളയാം. അല്ല, നമുക്ക് എത്ര പോർഷൻ ആവശ്യമുള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത് നമുക്ക് ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ ഇത്രയും പോയിന്റുകൾ സെലക്ട് ചെയ്യാം. MI അടിക്കുക, മിറർ അടിക്കുക, സെൻറ്റർ ലൈൻ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇത് മിറർ ആയി. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ തന്നെ എന്താ പറയുക, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഇത് നമ്മളുടെ ഈ കട്ടിങ്, ഇത് നമ്മളുടെ ഈ കട്ടിങ് ആണ്. ആക്ച്വലി ഈ കട്ടിങ് ആണ്. സോ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് എത്രയാണ്, 14.5 സെൻറ്റിമീറ്റർ അല്ലേ റേഡിയസ്. അപ്പോൾ നമുക്ക് ആ ഒരു കട്ടം കൂടിയും ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഈ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. 14.5 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിനെ മേലേക്ക് കട്ട് ചെയ്യാം. ഇതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ കട്ടിങ് പോയി. ഓക്കെ, അതവർക്ക് ഈ ഡോട്ടഡിൽ കാണിക്കണോ? ഓക്കെ, ഡോട്ടഡിൽ കാണിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇതിവിടെ കൊടുക്കാം. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഡോട്ടഡാക്കി കൊടുത്താൽ പോലെ. തൽക്കാലം ലാസ്റ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഇതിൽ ഡോട്ടഡ് കാണിക്കുന്നത് ഇവിടെയാണ് അല്ലേ. ഈ ഒരു പോർഷൻ ഡോട്ടഡ് കാണിക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഈ 2 കട്ട സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഡോട്ടഡ് ആക്കി കൊടുക്കാൻ ഏതെങ്കിലും 2 സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ലൈനുമോ. അപ്പോൾ അതിൻ്റെ ലൈൻ പ്രോപ്പർട്ടീസ് വരും. ഇത് 2 സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണെന്ന് നോക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതല്ലായിരുന്നു. യെസ്, അപ്പോൾ അത് ഓക്കെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു പാർട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതാണ്. ഓക്കെ, ഇത് നമുക്ക് ഇനി അവിടെ കൊണ്ട് വെച്ചാൽ മതി. ഇതും ഒന്ന് ട്രിം ചെയ്താലേ നമുക്ക്. ഓക്കെ, പിന്നെ ഓക്കെ, ഇതിന് നമുക്ക് വേറൊരു ബ്ലോക്ക് വെക്കണ്ടേ. സോ ഞാനിത് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു പുതിയ ഒരു ലെയർ ആഡ് ചെയ്യാം. ഓക്കെ, പുതിയൊരു ലെയർ ആഡ് ചെയ്യണം. നമുക്കിതിനെ ക്യാപ്പ് ഒന്ന് കൊടുക്കാം. ഇതിൻ്റെ കളറ് റെഡ് കൊടുക്കാം അല്ലേ. റെഡോ ഗ്രീനോ എന്തെങ്കിലും കൊടുക്കാം. ഗ്രീൻ കൊടുത്തേ. ഓക്കെ, ലൈക്ക് ഓക്കെ. എന്നിട്ട് ഇത് മൊത്തം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഗ്രീൻ ബ്ലോക്കിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ബ്ലോക്കും ക്യാപ്പും ആയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ കൊണ്ട് വെച്ചാൽ ആ പരിപാടി കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിടുന്ന ആ സംഭവം കൂടി ഉണ്ടാക്കണം. ഈ സംഭവം എന്നിട്ട് ബ്രാസ് GMO ബ്രസസ്. ഓക്കെ, സോ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇതെല്ലാം വന്നിട്ടുണ്ടല്ലോ. ആദ്യം 64ൻ്റെ സർക്കിൾ, 48ൻ്റെ സർക്കിൾ, 44ൻ്റെ സർക്കിൾ, 32ൻ്റെ സർക്കിൾ, ഇതെല്ലാം ആദ്യം വരയ്ക്കാം. നമുക്കിതിനെ ഓൾമോസ്റ്റ് ഇതിനെ നേരിട്ട് വരയ്ക്കാം. ഓക്കെ, കാരണം ഈ ലൈനിലല്ല ഇതും വരുന്നത്. സോ ആദ്യം നമുക്ക് 64, 48 അത് രണ്ടും വരയ്ക്കാം. വീണ്ടും സർക്കിൾ എടുക്കാം. 64ൻ്റെ സർക്കിൾ,
64 എന്തായിരുന്നു അത്, ഡൈ അല്ലായിരുന്നേ? ഓ ഓക്കെ. സോ നമുക്ക് സർക്കിൾ എടുക്കാം. ഇതിന് ഓപ്ഷൻ ഉണ്ട്, സർക്കിൾ എടുക്കുക. എന്നിട്ട് ഇത് ചോദിക്കുകയാണ് നമുക്ക് സ്പെസിഫൈ ദ സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കും. അടുത്തത് ചോദിക്കുകയാണ് നമുക്ക് റേഡിയസ് ആണോ ഡയമീറ്റർ ആണോ. ഓക്കെ, ഡയമീറ്റർ ആക്കി കൊടുക്കാറ്. അതായത് നമുക്ക് 64 അടിച്ചു കൊടുക്കാം, എൻ്റർ അടിക്കുക. ഓക്കെ, അടുത്തത് 48 അല്ലേ. സോ വീണ്ടും സർക്കിൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ സർക്കിളിൽ സെൻറ്റർ പോയിന്റ് കിട്ടാൻ വേണ്ടി വീണ്ടും സർക്കിളിൽ പോയി തൊട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അടുത്തത് 48 44 48 സർക്കിൾ. ഓക്കെ, 48 അതുപോലെ വീണ്ടും സ്പേസ് അടിക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് നമ്മൾ ഡയമീറ്റർ ചൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 44. പിന്നെ എന്താണ് ഡൈവർ ഇവിടെ ഉണ്ടായല്ലോ, 48 44 32. അതും ഇതുപോലെ സർക്കിൾ അടിക്കുക. എന്നിട്ട് സെൻറ്റർ കിട്ടി. എന്നിട്ട് 32 അല്ലേ, സെൻറ്റർ സെലക്ട് ചെയ്യുക, ഡയമീറ്റർ സെലക്ട് ചെയ്യുക, 32 അടിച്ചു കൊടുക്കാം. സോ നമുക്ക് ആ ഒരു പൊസിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇനി ഡോട്ടഡ് ലൈനും അങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളത്, വലിയ കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഇത് സംഭവം ഇറക്കി വയ്ക്കാനുള്ള കാണിക്കുന്നുണ്ട് അല്ലേ. ഇത് ആക്ച്വലി ഇതാണ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ താഴത്തേക്ക് ഒരു സംഭവം. ഇത് 8 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്തും 8 സെൻറ്റിമീറ്റർ ആണ്. ഡെപ്ത്തും 8 സെൻറ്റിമീറ്റർ ആണല്ലേ. ഓക്കെ ഓക്കെ. സോ നമുക്ക് അതൊരെണ്ണം കൂടി വരയ്ക്കാം. അത് എവിടെ നിന്ന് തുടങ്ങുന്നത്? ഓക്കെ, ഇവിടെ നിന്ന്. ഓക്കെ, ഓക്കെ. സോ ഞാൻ ഇതിൻ്റെ അകത്തും ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈനെ പിടിച്ചിട്ട് മറ്റേ ലെയറിലേക്ക് കൊണ്ടിട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്നാണ് ആക്ച്വലി വരച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് 4 സെൻറ്റിമീറ്റർ അല്ല, ഒരു 8 സെൻറ്റിമീറ്റർ മൊത്തം 4 സെൻറ്റിമീറ്റർ താഴത്തേക്ക് 8 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഇങ്ങോട്ട് വീണ്ടും 8 സെൻറ്റിമീറ്റർ, മേലേക്ക് വീണ്ടും 8 സെൻറ്റിമീറ്റർ, ഇവിടേക്ക് 4 സെൻറ്റിമീറ്റർ. ആഹാ, അതെന്താ പരിപാടി ഇത്? വളഞ്ഞു പോയത്. ഇത് 4ആണല്ലോ. 8.0. ഓക്കെ, നമുക്ക് ഒന്നുകൂടി വരച്ചു നോക്കാം. ഏതെങ്കിലുമൊക്കെ വളഞ്ഞു പോയി തോന്നുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒരു ലെങ്ത് എടുക്കാം. ഈ സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു 4 സെൻറ്റിമീറ്റർ, അതുപോലെ താഴത്തേക്ക് 8 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഇവിടേക്ക് 8 സെൻറ്റിമീറ്റർ ആണല്ലോ. മേലേക്ക് 8 സെൻറ്റിമീറ്റർ, തൊട്ട് ഓക്കെ 4 സെൻറ്റിമീറ്റർ കറക്റ്റാണ്. ശരി, മേടിച്ചു പോയി. ഓക്കെ, സോ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ താഴത്തേക്ക് കട്ട് ചെയ്ത് കളയാനല്ലേ. ഇതൊന്നിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം മേലേക്ക്, മറ്റേത് ചെയ്ത് പോലെ തന്നെ. ഇതല്ല,
ഓക്കെ, ഇതൊന്ന് മേലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ട്രിം ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ആവശ്യമില്ല, ഇവിടെ ആവശ്യമില്ല. ഇത്രയല്ലേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ ഇതാണ്, റൈറ്റ് സൈഡിൽ ഫുൾ ഡോട്ടഡ് ലൈനാണ്. അത്രയല്ലേ ഉള്ളൂ. പിന്നെ മേലെ ഒരു സംഭവം കൂടി ഉണ്ടല്ലേ, അത് ആക്ച്വലി ഇതും അല്ലേ. ഓക്കെ, അത് എത്ര സെൻറ്റിമീറ്ററാണ്? ഇതിൻ്റെ അകത്തുള്ളത് 6 സെൻറ്റിമീറ്ററാണ്. 6 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ അതും കൂടി ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. 6 സെൻറ്റിമീറ്ററിൻ്റെ അത് ആക്ച്വലി സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് മേലത്ത് വരെ അല്ലേ. ഓക്കെ, ഇവിടെ വരെ. വീണ്ടും ലൈൻ എടുക്കാം. 6 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് 3 വരും. അതിൻ്റെ ഹൈറ്റ് ഓൾറെഡി അവിടെ വരെയാണല്ലോ. ഓക്കെ, ഹൈറ്റ് ഇവിടെ വരെ വരും, ഈ പോർഷൻ വരെ. ഇവിടേക്ക് റൈറ്റിലോട്ട് 6, താഴത്തോട്ട് 6, ഇങ്ങനെ റൈറ്റിലോട്ടും. ഇന്ന് വളയുന്നു. സോ അതിലെടുക്കുക. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് 3 സെൻറ്റിമീറ്റർ, മേലോട്ട് 6 അല്ല, ഓക്കെ. ഇവിടേക്ക് 3 സെൻറ്റിമീറ്റർ കറക്റ്റാണ്. റൈറ്റിലോട്ടും 3 സെൻറ്റിമീറ്റർ, താഴത്തോട്ടും 6 സെൻറ്റിമീറ്റർ, ഇവിടെ റൈറ്റിലോട്ടും 3 സെൻറ്റിമീറ്റർ. കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കിട്ടി. അവിടെ മാറ്റുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ഇതും ട്രിം ചെയ്യാം. ഈ ലൈൻ്റെ ഇതാണ്. അതുപോലെ ഇതും ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. ജസ്റ്റ് സ്ട്രെച്ച് ചെയ്താൽ മതി താഴത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റും കിട്ടി. ഇനിയൊന്നുമില്ലല്ലോ ഇതിൻ്റെ അകത്ത്, തീർന്നില്ല. പിന്നെ ഓക്കെ, ഇവിടെ നമുക്ക് നടുവിൽ ഇത് വരച്ചില്ല അല്ലേ, ഈ ഒരു സംഭവം വരച്ചില്ല. ഇത് ആക്ച്വലി 8ഉം 6ഉം ആണ് അല്ലേ, 8ഉം 6ഉം. സോ അത് നമുക്ക് വരച്ചു കൊടുക്കാം. മേലിൽ നിന്ന് 16 സെൻറ്റിമീറ്ററും പിന്നെ താഴത്തേക്കും അല്ലേ, അതും വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഒരു L വരയ്ക്കാം. താഴത്തേക്ക് 16 സെൻറ്റിമീറ്റർ അല്ലേ, സോ താഴത്തേക്ക് ഒരു 16 സെൻറ്റിമീറ്റർ വരയ്ക്കാം. എന്നിട്ട് 8 സെൻറ്റിമീറ്റർ ആയിരുന്നു, സോ 4 മേലേക്ക് എടുക്കുക. അതുപോലെ ഇതൊന്ന് മെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ട്രിം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അത് കിട്ടി. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് പറയുന്നുണ്ടല്ലോ ഒരു. ഓക്കെ, ഓക്കെ 16ൽ നിന്ന് അത് 8ൽ നിന്ന് 6ലേക്ക് ആവുന്നതാണ്. ഓക്കെ, 8ൽ നിന്ന് 6ലേക്ക് ആവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യണതിന് മുമ്പ് ഇവിടെ ഒന്ന് ചെറുതാക്കിയിട്ട് കഴിഞ്ഞാൽ
നമുക്കൊരു 1 mm മേലേക്ക് എടുത്തിട്ട് ഒരു 1 mm മേലേക്ക് വരയ്ക്കാം. ഒന്നെടുത്തിട്ട് ഇത് വന്നിരിക്കാം. പിന്നെ നമുക്ക് 16 ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. സോ ഇത് എത്രയ്ക്കാവുന്നത്? ആക്ച്വലി ഇത് നമുക്ക് 6 സെൻറ്റിമീറ്റർ ആവുന്നത്, 8 ന് 6 ആവണം. അപ്പോൾ നമുക്ക് 3 എടുക്കാം. ഒരു പോയിന്റ് കിട്ടി. ഇവിടെ നിന്ന് ഇത് ഇവിടം വരെ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. സോ നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം, ഈ 2 ലൈനും. ബാക്കിയുള്ളതൊക്കെ ട്രിം ചെയ്യാം. ഇതും ട്രിം ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇനി ഇതൊന്ന് ട്രിം ചെയ്യാം ഇവിടെ. എന്നിട്ട് ഇത് മിറർ ചെയ്താൽ മതി, ഈ ഒരു പോർഷൻ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. സോ ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ജസ്റ്റ് MI അടിക്കുക, സ്പേസ് അടിക്കുക, മിറർ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്പേസ് അടിക്കുക. സോ നമുക്ക് അതുവഴി ഇത് നമുക്കൊന്ന് നമ്മളുടെ ഇതിലേക്ക് മാറ്റാം. ഇത് മാറ്റിയിട്ട് നമ്മൾ ക്യാപ്പിലേക്ക് ആക്കാം. സെൻറ്റർ ലൈൻ ഇവിടെ മാറിയിട്ടുണ്ട്, അത് സെൻറ്റർ ലൈൻ ആക്കാം. ഓക്കെ, സോ യെസ്, നമ്മളുടെ അതും കഴിഞ്ഞു, ക്യാപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ നെട്ടും ബോൾട്ടും വരയ്ക്കാൻ പോകും. സോ നെട്ടും ബോൾട്ടും ആക്ച്വലി നമുക്ക് 24 അതുപോലെ 12 അല്ലേ. സോ ഇതും നമുക്ക് എളുപ്പമാണ്. ഇത് നമുക്കൊരു ഇതായത് നമുക്ക് 24x8 അല്ലേ, അത് വരച്ചു കൊടുക്കാം. സോ ഒരു ലൈൻ വരയ്ക്കാം, 24 വരയ്ക്കാം, അതുപോലെ മേലേക്ക് 8 വരയ്ക്കാം. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കാം, 24 മേലേക്ക് 8 വരയ്ക്കാം. ഇത് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് 12 ആണല്ലേ, 12 12 95 അല്ലേ, 95. ഓക്കെ, സോ ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, എന്നിട്ട് 12 അല്ലേ വരുന്നത്. സോ ഒരു ലെങ്ത് എടുത്തിട്ട് റൈറ്റിലേക്ക് ഒരു 6 വരച്ചിടാം. എന്നിട്ട് ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നമുക്ക് 95 അല്ലേ. സോ 95-ന് 8 കുറയ്ക്കണം നമുക്ക്, അപ്പോൾ 87 വരും. സോ 87 ഹൈറ്റ് ഇതിൻ്റെ ടോപ്പ്. ഓക്കെ, ആൻഡ് ഇത് ജോയിൻ ചെയ്യാം. പിന്നെ ഇതിലൊന്ന് മിറർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് വരയ്ക്കുന്നത് ആക്ച്വലി ഇവിടുന്നോ ഒരു പോയിന്റ് ഉണ്ട്, എനിക്ക് ഓർമ്മയില്ലല്ലോ.
ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് 25 ആണ്. ഓക്കെ, ഞാനിങ്ങനെ എവിടെയോ കണ്ടതാണ്, എനിക്കത് വരയ്ക്കാൻ നോക്കിയപ്പോൾ കറക്റ്റ് കിട്ടിയില്ല. സോ ഇവിടെ നിന്ന് 25 സെൻറ്റിമീറ്ററിൽ മേലേക്കൊരു പോയിന്റ് എടുക്കാം. ഓക്കെ, 25. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സർക്കിൾ വരയ്ക്കാം. ഇതിൻ്റെ റേഡിയസ് 25 ആയിട്ട്. സോ ഇതായിരിക്കും ഇതിൻ്റെ സംഭവം എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഓക്കെ, സോ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടി. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു സ്ക്രൂവിൻ്റെ ഭാഗമുണ്ടല്ലേ, ത്രെഡിൻ്റെ ഭാഗമുണ്ടല്ലേ, ഇത് 28 ആണ്. മേലെ താഴത്തേക്ക് ഒരു 28 വരയ്ക്കാം. ഒരു 1 mm എടുക്കാം നമുക്ക്. എന്നിട്ട് 21 അല്ലേ, 28 അല്ലേ. ഓക്കെ, സോ 28 എടുക്കാം, വയ്ക്കാം, ഇടിക്കാം. അതുപോലെ ഇവിടെയും നമുക്കൊരു 1 mm ഇങ്ങോട്ട് കൊടുക്കാം, താഴത്തേക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് എടുക്കാം, ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ അതിൻ്റെ മേലെയും ഒരു പോർഷൻ ഉണ്ടായല്ലോ. ഓക്കെ, അതും നമുക്ക് വരച്ചെടുക്കാം. ഇത് ഇവിടെ നിന്ന് ഒരു ലൈൻ കൂടി വരയ്ക്കാം, മേലേക്ക് 1 mm. എന്നിട്ട് ഇവിടെ നിന്നും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടിയിട്ട് വീണ്ടും ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ട്രിം ചെയ്ത് കളയാം. ഇത് ട്രിം ചെയ്തുള്ള ആവശ്യമില്ലല്ലോ, ഇത് ട്രിം ചെയ്ത് കളയാം. TR ഡബിൾ എൻ്റർ, ഇത് എടുത്ത് കളയാം. TR ഡബിൾ എൻ്റർ. ഓക്കെ, തന്നെയല്ല. അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. Oh, actually, തൽക്കാലം കിടന്നോട്ടെ, ഞാൻ തോന്നുന്നുണ്ട്, എനിക്ക് വലിയ ഓർമ്മയില്ല. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എല്ലാം കൂടി സെലക്ട് ചെയ്യാം. ഇത് 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 അതുപോലെ ഇതും അതുപോലെ. ഓക്കെ, ഇത് മതി. എന്നിട്ട് മിറർ ചെയ്യുക, MI അടിക്കാം, സ്പേസ് അടിക്കാം, ലൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനും കിട്ടി. ഓക്കെ, ഓക്കെ, സോ നമ്മളുടെ നെറ്റായിട്ടുണ്ട്. ഇനി ബോൾട്ട് അല്ല, ശരി, ഇനി നെറ്റ് വരയ്ക്കണം. നമുക്ക് നെറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, ഒരു 12ഉം 9ഉം അല്ല നമ്മളുടെ. സോ 12, 9, പിന്നെ 24. ഓക്കെ, സോ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ,
12-ൻ്റെ ബോൾട്ട് ആകുമ്പോൾ 24-ൻ്റെ ഇത് എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഞാൻ ഏറെക്കുറെ വരച്ചതാണ്. പിന്നെ നമുക്ക് മേലേക്ക് ഒരു 12 ഉണ്ട്, പിന്നെ അവിടെ നിന്ന് മേലേക്കൊരു 9 ഉണ്ട്. സോ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. പിന്നെ ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ലൈനും എല്ലെടുക്കുക. പിന്നെ ഒരു ലൈൻ എടുക്കാം, ഇത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വീണ്ടും ഒരു ലൈൻ എടുക്കാം, ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. ഇപ്പം നമുക്ക് ഇങ്ങനെയല്ല ഒരു ബോൾട്ട് വരാം. ഓക്കെ, പിന്നെ ഓക്കെ നമുക്കിതിനെ രണ്ട് സൈഡിലേക്ക് ഒരു 12 കൂടി എടുക്കാം. ഇവിടേക്ക് ഒരു 6 എടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ മേലേക്കും ഒരു 6 എടുക്കാം. എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്താൽ ഇതിനെ. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലിട്ട് ഒരു ആർക്ക് ഉണ്ടാക്കിയാൽ മതി അല്ലേ. സോ ഇത് ഉണ്ടാക്കാൻ ഒന്നില്ലെങ്കിൽ ഏറ്റവും എളുപ്പം 3 പോയിൻ്റ് ആർക്ക് വെച്ച് വരയ്ക്കുന്നതാണ്. ഞാനിതിൻ്റെ അടിക്കൊരു 1 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്, ഒരു ഏറെക്കുറെ വെച്ചിട്ട് എടുക്കുകയാണ്. ഒരു 0.7 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, അതുപോലെ ഇവിടെ നിന്നും ഒരു 0.5 സെൻറ്റിമീറ്റർ എടുക്കുക, അതിലൊരു 0.7 സെൻറ്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് ഒരു 3 പോയിൻ്റ് ആർക്ക് വെച്ച് നോക്കാം. നമുക്കിവിടെ വർക്കാവാൻ നോക്കാം. സോ ആർക്ക് എടുക്കാം, 3 പോയിൻ്റ് ആർക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൊടുക്കുക, സെൻറ്റർ പോയിൻ്റ് കൊടുക്കുക, പിന്നെ 3rd പോയിൻ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ആർക്ക് കിട്ടി. ഇതുപോലെ തന്നെ ഇവിടെയും ഒരു ആർക്ക് വരച്ച് കൊടുക്കുക. സോ ഇതും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം. ഇവിടെ ആർക്ക് വരയ്ക്കാൻ നമുക്ക് സെൻറ്റർ പോയിൻ്റ് കിട്ടില്ല. സോ ഞാൻ ഇവിടെ ഒരു ലൈൻ വേറെ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഒരെണ്ണം വരച്ചാൽ മതി. നിങ്ങൾക്ക് മിറർ ചെയ്യാം, ഞാനിപ്പോൾ വെറുതെ വരച്ചതാണ്. സോ ജസ്റ്റ് 3 പോയിൻ്റ് ആർക്ക് എടുക്കുക, ഇത് സെലക്ട് ചെയ്യുക, ഇതിൻ്റെ സെൻറ്ററോട് കിട്ടും, അടുത്ത പോയിൻ്റ് ഒക്കെ കൂടെ കിട്ടും. ഓക്കെ, ഇത് മിറർ ചെയ്താൽ മതി. എനിക്ക് ഇവിടെ സെൻറ്റർ ലൈൻ വേണമല്ലോ. ഈ സൈഡ് ലൈൻ എടുക്കാം, ഇവിടെ നിന്ന് ഇവിടെ വരെയല്ല നമ്മളുടെ. ഓക്കെ, ഇവിടെ വരെ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഈ സെൻറ്റർ പോയിന്റ് വന്നോളൂ. സോ ഇത് മിറർ ചെയ്യണ്ടേ. സോ ഇത് സെലക്ട് ചെയ്യാം, MI അടിക്കാം. ഇവിടെ നമ്മൾ സെൻറ്റർ പോയിന്റ് പോകുന്നു കണ്ടോ. ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മിറർ കിട്ടി. അതുപോലെ ഇതിനെയും സെലക്ട് ചെയ്തിട്ട് ഒന്ന് മിറർ ചെയ്യാം, MI അടിക്കാം, സ്പേസ് അടിക്കാം, മിറർ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് അതായി. ഇതുപോലെ തന്നെ താഴത്തും ചെയ്യാം. ഒരു 0.5 തന്നെ കൊടുക്കാം, 0.7 തന്നെ കൊടുക്കാം. 0.7. ഓക്കെ, സോ ഇനി ഇവിടെ നമുക്ക്
ഇല്ല, ഇവിടെയും നമുക്ക് സെൻറ്റർ കിട്ടാൻ വഴിയില്ല. സോ ഇവിടെയും നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത് മതി. എന്നിട്ട് ഇനി 3 പോയിൻ്റ് ആർക്ക് എടുക്കാം. എന്നിട്ട് ഈ മൂല സെലക്ട് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്യുക, ഈ പോയിൻ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്യാം, ഇതിൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതൊക്കെ മിറർ ചെയ്താൽ മതി. ഇതെടുക്കുക, ജസ്റ്റ് മിറർ ചെയ്യാം. ഇത് രണ്ടും എടുത്ത് ആദ്യം മിറർ ചെയ്യാം. EMI ഇവിടെ സെൻറ്റർ ലൈൻ ഇല്ല അല്ലേ. ഇവിടെ നമുക്ക് ആദ്യം ലൈൻ വരയ്ക്കണം. ഇവിടെ തൊട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം, MI കൊടുക്കുക. നമുക്കിവിടെ ഒരു സെൻറ്റർ പോയിൻ്റ് കിട്ടും. മിറർ ചെയ്യാം, MI കൊടുക്കുക, സ്പേസ് അടിക്കുക, സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പേസ് അടിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അതുപോലെ പോവും. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ രണ്ടിനെ അങ്ങോട്ട് ഒന്നുകൂടി മിറർ ചെയ്യാം. സോ ഇത് രണ്ടും സെലക്ട് ചെയ്യാം, MI അടിക്കാം, മിറർ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് നമ്മളുടെ നെറ്റൊക്കെ ഇനി എല്ലാം ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ട്രിം ചെയ്തിട്ട് പോവാത്ത ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു 8 വോൾട്ടൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പോർഷനും ട്രിം ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് ഏറെക്കുറെ നമ്മളെ ബോൾട്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ട്രിം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ മൊത്തം ചെയ്യണില്ല. ഓക്കെ, ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, ഇത് അസംബിൾ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്യാം അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനത് കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് ഇനി ഇതിൻ്റെയൊക്കെ ഡോട്ടഡ് ലൈൻ ആക്കണ വേണമെങ്കിൽ പറഞ്ഞിടാവുന്നു. ഇതിൻ്റെ റൈറ്റ് സൈഡിലെ പോർഷനൊക്കെ ഡോട്ടഡ് ലൈൻ ആയിരുന്നു. ഓക്കെ, ഈ പോർഷൻ ഫുള്ള് ഡോട്ടഡ് ലൈൻ ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ലൈൻ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇതുവരെ സ്പ്ലിറ്റ് ആണ് കണ്ടിട്ടില്ല. ഓക്കെ, ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലൈൻ ഒരു പോയിന്റ് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ. സോ ഞാൻ ചുമ്മാ ഇത് ട്രൈ ചെയ്ത് നോക്കാം.
നമുക്കൊരു ലൈൻ വരച്ച് നോക്കാം. അകത്തെ ലൈനുകളല്ലേ, അകത്ത് 2 ലൈനുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഈ 2 ലൈന് മാത്രം ഡോട്ടഡ് ആക്കിയാൽ മതി. സോ ജസ്റ്റ് ട്രിം ചെയ്യാൻ പോവാം. അവിടെ നിന്ന് ട്രിം ചെയ്താൽ ശരിയാവില്ലല്ലോ. അതിന് ഈ ഒരു പോർഷൻ വെച്ച് ട്രിം ചെയ്യാം. അതുപോലെ ഇത്ര ട്രിം ചെയ്താൽ മതി നമുക്ക്. TR ഇത് 2 ട്രിമ്മായി ഇവിടെ. ഈ ലൈനും ഡെലിറ്റ് കളയാം. അപ്പോൾ നമുക്ക് ഈ ലൈൻ കണ്ടോ ഇത്ര കിട്ടി, ഈ ലൈനും ഇത്ര കിട്ടി. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ലൈൻ മാറ്റിയിട്ട് ഡോട്ടഡ് ആക്കാം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മുട്ടിച്ചു കൊടുക്കാൻ ഇത് സെലക്ട് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം, ഇവിടെ കൊണ്ടുപോയിട്ട് സ്ട്രെച്ച് ചെയ്യാം. അതുപോലെ ഇതും സെലക്ട് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്യാം, ഇവിടെ കൊണ്ടുപോയിട്ട് സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇത്രയല്ലേ ഉള്ളൂ. ഈ ഒരു ലൈനും കൂടി ഡോട്ടഡ് ആക്കണം. ഓക്കെ, ഇതും സെലക്ട് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറെ പരിപാടി ഉണ്ട്, മാച്ച് ദ പ്രോപ്പർട്ടി എന്നുള്ള സാധനമുണ്ട്. ഓക്കെ, മാച്ച് പ്രോപ്പ് എന്നടിക്കാം. എന്നിട്ട് ഏതാണ് സോഴ്സ് ഒബ്ജക്റ്റ് അത് സെലക്ട് ചെയ്യുക, ഈ ഡെസ്റ്റിനേഷൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് മാറേണ്ടതാണല്ലോ. മാച്ച് പ്രോപ്പർട്ടീസ് കണ്ടോ, അതിൻ്റെ പ്രോപ്പർട്ടീസ് അതിന് കൊടുക്കും. അങ്ങനൊരു പരിപാടി ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ കൊണ്ടുപോയി ജസ്റ്റ് ഇവിടെ ഇടാം. ഇതിന് മുമ്പ് വേണമെങ്കിൽ ഹാച്ച് ചെയ്യാൻ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഹാച്ചിങ് എവിടെയാണ് വരുന്നത്, ഈ ഒരു പോർഷനല്ല ഹാച്ച് വരുന്നത്. സോ ജസ്റ്റ് ഹാച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിതിൻ്റെ ലെയേഴ്സ് മാറ്റില്ല അല്ലേ, ഇതിൻ്റെ ലെയർ മാറ്റണം. ഇത് ജസ്റ്റ് മൊത്തം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് എന്താ പറയുക, പുതിയൊരു ലെയർ ഉണ്ടാക്കാം. ക്യാപ്പല്ലായിരുന്നേ, ക്യാപ്പല്ലല്ലോ, ഇതിലെന്താ പറഞ്ഞ ബ്രാസറോ. തൽക്കാലം ബ്രാസിന് പേര് എടുക്കാം. ബ്രാസർ എന്തായിരുന്നു, ബ്രാസിന് കൊടുക്കാം. സോ എന്നിട്ട് ഇതിൻ്റെ കളറ് ഞാനിപ്പോൾ യെല്ലോ കൊടുത്തു, ഓക്കെ കൊടുത്തു, അപ്ലൈ. ഓക്കെ, ക്യാൻസലാണ് ചെയ്തത് അല്ല. ഓക്കെ, സോ ഇത് മൊത്തം സെലക്ട് ചെയ്യാം, ഇത് മാറ്റിയിട്ട് ബ്രാസിലേക്ക് ആക്കാം. അത് കംപ്ലീറ്റ്ലി ബ്രാസിലായിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഇതിൻ്റെയും കളർ മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് ഒരു ബോൾട്ടും നെട്ടെന്ന് കൊണ്ട് ഉണ്ടാക്കാം. സോ ഇതിനെ ഞാൻ ഒരു പുതിയ ലെയർ ഉണ്ടാക്കാം. ബോൾട്ട്, എന്നിട്ട് അതിനെ ഞാൻ റെഡ് കൊടുത്തു. അതുപോലെ തന്നെ വേറൊരു ലെയറും കൂടി ഉണ്ടാക്കാം, നട്ട്. അതിന് നമുക്ക് ഇനിയിപ്പോൾ ഏതാ കൊടുക്കുക, കൊടുക്കുന്നു, പർപ്പിൾ കൊടുക്കാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിതിനെ നെറ്റിലേക്ക് നെറ്റിലേക്ക് കൊടുക്കുക. നെറ്റല്ല ഇതിനെ പറയാം, അല്ലല്ലേ, ഇത് ബോൾട്ടാണല്ലേ. ഓക്കെ, സോ ഇതിനെ നമ്മൾ ബോൾട്ടാക്കി കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യുക, ഇതിനെ നെറ്റാക്കി കൊടുക്കാം. ഇനി ഇത് ഹാച്ച് ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇതിൻ്റെ അകത്തും ഹാച്ച് വരുന്നത്. സോ ജസ്റ്റ് ഹാച്ച്, HATCH അടിക്കുക, ഹാച്ച് വരും. ഓക്കെ, സോ ഇവർ ചോദിക്കുകയാണ് എന്താണത്, എന്ത് ടൈപ്പ് ഹാച്ചാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. നമുക്ക് സോളിഡ് ഫില്ലായിട്ടാണോ വരുന്നത്, അല്ല അല്ലേ. ഓക്കെ, സോ തൽക്കാലം നമുക്ക് ഇതിൻ്റെ അകത്തും ഒരു ഹാച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ മാറ്റി കൊടുക്കാം. ഇത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട്
കുറച്ചും കൂടിയും ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഇതല്ല മാറ്റാറ് നമ്മൾ, യെസ് ഇത് ഒരു 1 കൊടുത്ത് നോക്കാം, അല്ലെങ്കിൽ 3 കൊടുത്തേക്കല്ലോ. ഓക്കെ 3 കൊടുക്കാം. എത്ര കൊടുക്കാറുണ്ട് എനിക്ക് ഓർമ്മയില്ല, പണ്ട് ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 2 കൊടുക്കാം. 2 9. ഓക്കെ 3 കൊടുക്കാറുണ്ട് അല്ലേ, എനിക്ക് ഓർമ്മയില്ല. സോ അതൊക്കെ. അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒരു ഹാഫ് പോർഷൻ കൊടുക്കാനുണ്ടല്ലേ. സോ ഇതെടുക്കുക, വീണ്ടും ഹാച്ച് ടൈപ്പ് ചെയ്യാം. സോ ഇതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ മാച്ച് പ്രോപ്പർട്ടീസ് നോക്കട്ടെ വരുമോ. മാച്ച് പ്രോപ്പർട്ടീസ് ഇല്ല, വരുന്നില്ല. സോ നമുക്ക് ഹാച്ചിൻ്റെ എടുക്കാം. സോ ഹാച്ച് എടുക്കാം. ഓക്കെ സോ ഇതിൻ്റെ അകവും ഇതിൻ്റെ അകത്ത് ഇത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം. ഇതുപോലെ ഇതിൻ്റെ ആംഗിൾ നമുക്ക് ഒരു 2 കൊടുക്കാം. എന്നിട്ട് 1 ആയില്ലേ, 3 കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ആംഗിൾ നമുക്ക് തിരിക്കാനും മറക്കാനൊക്കെ പറ്റും. സോ ഇതിങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ ആംഗിൾ കണ്ടോ, ഇതിങ്ങനെയൊക്കെ ആവും. ഓക്കെ സോ ഞാൻ ലെയർ ഉണ്ടാക്കാൻ പറഞ്ഞു, നമുക്കൊരു ലെയർ കൂടി ഉണ്ടാക്കാം. ഹാച്ച് എന്ന് പറഞ്ഞിട്ട് ഹാച്ചിന് വേറൊരു കളർ, ഇപ്പോൾ എന്ത് കളർ കൊടുക്കുക, ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാൻ പോവാം. എന്നിട്ട് ഹാച്ചൊക്കെ സെലക്ട് ചെയ്യാം, ഹോമിലേക്ക് പോവാം, ലെയർ മാറ്റാം, ഹാച്ച് ആക്കാം. ഓക്കെ സോ ഇത് ഹാച്ച് ലെയറായി. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഹാച്ച് ഉണ്ടായിരുന്നു, പ്ലംബർ ബ്ലോക്കിൻ്റെ അകത്ത്. സോ ഇവിടെ ഇതൊക്കെ അല്ല. സോ വീണ്ടും ഹാച്ച് എടുക്കാം. നമുക്ക് ഇതുണ്ട്, ഓക്കെ സോ ഇത് സെലക്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ഇതിൻ്റെ നമുക്കൊരു 3 ആണ് ബെറ്റർ തോന്നുന്നു. ഒന്നും ആവുന്നില്ലല്ലോ 3 കൊടുത്തിട്ട്. ഓക്കെ അതുപോലെ ഇത് സെലക്ട് ചെയ്യാം, ഹോമിലേക്ക് പോവാം, ഇതിൻ്റെ ഇത് മാറ്റിയിട്ട് ഹാച്ചിലേക്ക് വെക്കാം. ഓക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് അസംബിൾ ചെയ്താൽ മതി. ഇത് അസംബിൾ ചെയ്യണമെങ്കിൽ മുമ്പ് ഞാനത് ബ്ലോക്ക് ആക്കാൻ എപ്പോഴും പറയും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ പാർട്സ് മിസ്സാവും. ഓക്കെ ഇതിന് ജസ്റ്റ് സെലക്ട് ചെയ്യുക, കംപ്ലീറ്റ്ലി ബി അടിക്കുക, ബ്ലോക്ക് ആവും. ബ്ലോക്കിൻ്റെ പേര് കൊടുക്കുക. ഇത് നമുക്കിതിന് എന്താ പറയുക, ക്യാപ്പ് അല്ലായിരുന്നു. സോ ക്യാപ്പ് എന്ന് പേര് കൊടുക്കാം. സോ ഓക്കെ ഇവിടെ മേലെ ക്ലോസ് ബ്ലോക്ക് എഡിറ്റർ കൊടുക്കാം. ഓക്കെ സേവ് ചേഞ്ചസ് ടു ക്യാപ്പ്. അപ്പോൾ ഇതൊരു ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇത് ബ്ലോക്ക് ആക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇത് ബ്ലോക്ക് ആക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ ഇല്ലയെന്ന് വെച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ലതാണ്. പക്ഷെ എനിക്ക് ഒരു മിനിറ്റ്, ഇനി മുന്നോട്ട് പോയില്ല. ശരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ബി ആക്കുക, ബ്ലോക്ക് ആക്കുക, ക്യാപ്പ്. ഓക്കെ ഓട്ടോമാറ്റിക് ബ്ലോക്ക് എഡിറ്റർ ഓപ്പൺ ആവും.
മേലെ പോയിട്ട് ക്ലോസ് ബ്ലോക്ക് എഡിറ്റർ കൊടുക്കാം, സേവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എം അടിച്ചു. ഓക്കെ, ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അതുപോലെ ഇത് സെലക്ട് ചെയ്യുക കംപ്ലീറ്റ്ലി, പി അടിക്കുക, സ്പേസ് അടിക്കുക. ഇതിന് നമുക്ക് ബ്രാസ് കൊടുക്കാം. ഓക്കെ, സോ ഇതും ക്ലോസ് ചെയ്യാം. ഓക്കെ, സേവ്. ഇതുപോലെ നമ്മളുടെ ഈ സംഭവം ബ്ലോക്ക് ആക്കുക. നെറ്റ് നോട്ടെ ക്ലോസ് ചെയ്യാം. ഇതിന് നമ്മൾ സെലക്ട് ചെയ്യാം, ബ്ലോക്ക് ആക്കാം. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ജസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇതിനെയും വേണമെങ്കിൽ ഒന്ന് പേരെടുത്തേക്ക്. ഇതിന് നമുക്ക് പേര് കൊടുക്കാം, ബ്ലോക്ക് ആക്കാം, ബേസ്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇനി ജസ്റ്റ് അസംബിൾ ചെയ്താൽ മതി. അപ്പോൾ ഒന്നില്ലാന്ന് വെച്ചാൽ ഇവിടെ വെച്ച് തന്നെ അസംബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു ഇവിടുന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് ജസ്റ്റ് ഇതിനെ കോപ്പി ചെയ്യാം, Ctrl+C അടിക്കുക. അല്ലെങ്കിൽ വേറൊരു കോപ്പി ഉണ്ട്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഇനി ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ കോപ്പി ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഓക്കെ. ഓക്കെ, ഞാനൊരു 10 അസംബിൾ ചെയ്തതാണ്. ഞാൻ ലൈൻ എടുത്തു, ഞാൻ വരച്ചതാണ്. ഇതിനെയും സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ ലൈൻ ആക്കണം. ഓക്കെ, സോ ഇതിനെ നേരെ കൊണ്ടാക്കി നമുക്ക് Ctrl+Shift+C അടിക്കാം. Ctrl+Shift+C ഒരുമിച്ച് അടിക്കാം. അപ്പോൾ ഇവിടെ നിന്നൊരു ബേസ് പോയിന്റ് സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. എന്നിട്ട് നമുക്ക് Ctrl+V അടിച്ചാൽ ബേസ് പോയിന്റ് വീണ്ടും കൊണ്ടുവയ്ക്കാം. സോ നമുക്കിത് ഇവിടെ കറക്റ്റ് നടുവിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. സോ ഇതുപോലെ തന്നെ ഈ ഒരു സർക്കിളിൻ്റെ ഇവിടെ ഞാനൊരു ലൈൻ ഉണ്ടാക്കി വെക്കണം. നമുക്കിത് കൊണ്ടുവയ്ക്കണ്ടേ, ഇത് സെലക്ട് ചെയ്യാണ്, Ctrl+Shift+C. ഓക്കെ, ബേസ് പോയിന്റ് ഞാൻ ഇത് കൊടുത്തു. ഞാൻ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നത് Ctrl+V, ബേസ് പോയിന്റ് ഞാൻ ഇത് കൊടുത്തു, വളയിലേക്ക് ഇറങ്ങി. ഇനി ഈ സംഭവം ഇത് ഞാൻ കൊണ്ടുവരുമ്പോൾ Ctrl+Shift+C അടിച്ചു, ബേസ് പോയിന്റ് എൻ്റെ ഇതാണ്. ഞാൻ Ctrl+V അടിച്ചു, എൻ്റെ ബേസ് പോയിന്റ് ഇതാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഈ സംഭവം ഇതിന് ഞാൻ Ctrl+Shift+C അടിച്ചു, ഇതിൻ്റെ ബേസ് പോയിന്റ് ഞാൻ ഇവിടെ കൊടുക്കണം. ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് Ctrl+V അടിച്ചു, ഞാൻ ബേസ് പോയിന്റ് ഇവിടെ കൊടുത്തു. ഇതിലൊന്നും കൂടി ഞാൻ Ctrl+V അടിക്കണം, ഇവിടെയും കൂടി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുപോലെ തന്നെ എനിക്ക് ഈ സംഭവം കൂടി വെക്കണം. അപ്പോൾ ഞാൻ ഇതും Ctrl+Shift+C അടിച്ചു, എൻ്റെ ബേസ് പോയിന്റ് ഞാൻ ഇവിടെ ആയിട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് Ctrl+V അടിച്ചു, ബേസ് പോയിന്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു.
ഡയമെൻഷൻ നമ്മളുണ്ടാക്കിയ ഹൈറ്റ് തെറ്റിപ്പോയോ? 12 30 കറക്റ്റാണല്ലോ. ഓക്കെ, നോക്കട്ടെ. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? ടോട്ടലി നമുക്ക് 95 അല്ലായിരുന്നു. നമ്മൾ എത്രയ്ക്കാണ് ഉണ്ടാക്കിയത്? കറക്റ്റാണല്ലോ. ഓ ഓക്കെ, 95 + 8 ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ 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 ഓക്കെ. സോ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് 95 അല്ല, 95 + 8 ഉണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു 8 കൂടി കൂട്ടി കൊടുക്കണം. സോ ഞാനിതിനെ എക്സ്പ്ലോഡ് ചെയ്യാണ്. സോ ഇതിനെ സോ നമുക്ക് ഇതിനകത്ത് നിന്ന് ഡെലിറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഇതിനെ ഒരു 8 സെൻറ്റിമീറ്റർ കൂടെ നമുക്ക് കൂട്ടാനുണ്ട്. ഓക്കെ, സോ ഞാനിതിനെ ഇവിടെ പിടിച്ചിട്ട് ഒരു അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്യുക. അതിന് ഇവിടെ നിന്നൊരു 8 സെൻറ്റിമീറ്റർ അധികം മൂവ് ചെയ്യാം. ഇത് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ടോട്ടലി 104 IS. ഇനി ഇതിനൊന്നുകൂടി ബ്ലോക്ക് ആക്കാം. നമ്മളിതിനെ നെറ്റ് ഉണ്ടല്ലോ കൊടുത്ത ഷോ റെഡിഫൈൻ ചെയ്യല്ലേ. എന്തായെന്ന് അറിയില്ല കേട്ടോ. ഇത് 104 ഉണ്ടോ നോക്കട്ടെ. 104 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടതിന്. ഇനി ജസ്റ്റ് ഇതിനെ വീണ്ടും കൊണ്ടാക്കാം നമുക്ക്. മൂവ് അല്ല, ഇതിനെ Ctrl+Shift+C കോപ്പി ചെയ്യാം. ഇതിൻ്റെ ബേസ് പോയിന്റ് സെലക്ട് ചെയ്യാം. Ctrl+V കൊടുക്കുക. ഇതിൻ്റെ ബേസ് പോയിന്റ് ഇവിടെ അല്ല കേട്ടോ ബേസ് പോയിന്റ്. Ctrl+Shift+C അടിക്കുക. ബേസ് പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യാം. Ctrl+V അടിക്കുക. ഇതിൻ്റെ ബേസ് പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. യെസ്, ഓക്കെ. സോ ഇതുപോലെ തന്നെ Ctrl+V അടിക്കുക. ഇതിൻ്റെ ബേസ് പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഓക്കെ, ഇതും ചെയ്തില്ല അല്ലേ? ഇതും Ctrl+C അടിക്കുക. Ctrl+Shift+C അടിക്കുക. ബേസ് പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ Ctrl+V അടിക്കുക. ഇതിൻ്റെ ബേസ് പോയിന്റ് ഇവിടെ ലൈനൊന്നുമില്ലേ? Ctrl+V അടിക്കുക. ഇതിൻ്റെ ബേസ് പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എന്നിട്ട് ഇത് ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. DI അടിക്കുക. DI അല്ല, ഡിം ലീനിയർ വരും. ഡിം ലീനിയർ അടിക്കുക. ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ലൈൻ വരും.
ഓക്കെ, ആക്ച്വലി ഞാൻ ഈ സംഭവം മറന്നുപോയി. ഞാൻ ഇപ്പോൾ യൂട്യൂബിലൊക്കെ പറഞ്ഞത് മോശം അറിയാനല്ല, സോ ഇത് വിഷയമില്ല. ഡയമെൻഷനൊക്കെ ഇത്രേ ഉള്ളൂ. ഡിം ലീനിയർ അടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഡയമെൻഷൻ ചെയ്യാം. ഞാൻ അന്ന് ചെയ്തപ്പോൾ തനിയെ വന്നതാണ്, സോ എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല. സോ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക, തനിയെ വന്നോളൂ. ഈ പോയിന്റ് സെലക്ട് ചെയ്യുക, ഈ പോയിന്റ് സെലക്ട് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, സോ വേറെ ഒന്നുമില്ല ഇതിൽ. ഇനിയിപ്പോൾ ലേഔട്ട് ഉണ്ടാക്കണം. സോ ഒരു ലേഔട്ട് എടുക്കാം. ഓക്കെ, സോ ഈ ലേഔട്ടിനകത്ത് ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ലേഔട്ടിലേക്ക് പോവാം. ഇതിൻ്റെ അകത്ത് വ്യൂ പോർട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു വ്യൂ പോർട്ടാണ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വ്യൂ പോർട്ടിൻ്റെ അകത്ത് വന്നു. അപ്പോൾ ഇത് തൽക്കാലം ഓക്കെ കൊടുക്കുക. ഓക്കെ, സോ വ്യൂ പോർട്ടിൻ്റെ അകത്ത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ വരച്ചത് ഇത്രയും പാർട്സാണ്. സോ നമുക്ക് ഇങ്ങനെ ഓരോ പാർട്സ് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ വ്യൂ പോർട്ട് സെറ്റായി. അതുപോലെ ലേഔട്ട് 2 കൊടുത്തു ഞാൻ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് വ്യൂ പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ വ്യൂ പോർട്ട് അടിക്കുക, ഇതിൻ്റെ അകത്ത് വ്യൂ പോർട്ട് ആഡ് ചെയ്യാം, എന്നിട്ട് ഓക്കെ കൊടുക്കുക. സോ ഇതിൻ്റെ അകത്ത് വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ സൂമിന് സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അസംബ്ലി ഡ്രോയിങ് വേണ്ടെങ്കിൽ അസംബ്ലി ഡ്രോയിങ്ങിനെ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് വ്യൂ പോർട്ടിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ വ്യൂ പോർട്ടാവും. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ.